കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്രാവശ്യത്തെ നമ്മുടെ സുവിശേഷ യോഗങ്ങളുടെ രണ്ടാം രാത്രി യോഗത്തിനായി ദൈവത്തെ സ്തുതിക്കണം. ഈ രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആഗതരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ദേശനിവാസികൾക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കട്ടെ. ഇതുവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വിവിധ നിലവാരത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രത്യാശയുടെ മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തിൽ സന്തോഷിക്കുവാനും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആസന്ന പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമ്മുടെ അന്തരാത്മാവിൽ നമ്മെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുവാനും ഇടയായിത്തീരുകയുണ്ടായി. നമ്മുടെ കർത്താവ് എന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായി ജീവിക്കുന്നുവെന്ന് അത്ഭുതകരമായ ഒരു ജീവനുള്ള സാക്ഷ്യവും നമ്മൾ ഇതിനകം പങ്കിട്ടു. തുടർന്നും ദൈവത്തിന്റെ ആത്മാവ് തിരുവെടുത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവമക്കൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ഓർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച തിരുവെടുത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് മടക്കിക്കൊണ്ടുപോകാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിലെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. പ്രഭുവോ അവൻ പ്രഭുവായിരിക്കാൻ യഹോവയുടെ സന്നിധിയെ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്ത് കൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോകുകയും വേണം. കെബാർ നദീതീരത്ത് പ്രവാസികളോടൊപ്പം ആയിരുന്ന ദൈവത്തിന്റെ പ്രവാചകനായ എസെക്കിയേലിന് യെരൂശലേമിന്റെ യഥാസ്ഥാനത്വത്തെക്കുറിച്ച് ദൈവം നൽകുന്ന ദർശനങ്ങളുടെ സമാഹാരമാകുന്നു യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ പാപത്താൽ ദൈവത്തിന്റെ മഹത്വം യെരൂശലേം ദേവാലയത്തെ വിട്ടു പോകുന്നത് കണ്ടുകൊണ്ടാണ് യെഹെസ്കേലിന്റെ ദൈവിക ദർശനങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ കാലാന്ത്യത്തിൽ നമ്മുടെ കർത്താവായ യേശു മശിഹ വീണ്ടും ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ കിഴക്കേ വാതിൽ വഴി യെരൂശലേം നഗരത്തിലേക്ക് കടന്നു വരുമെന്നും യെരൂശലേം നഗരത്തിൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് നഷ്ടപ്പെട്ടുപോയ ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും മടങ്ങി വരുമെന്നും നഗരം യഹോവ ഷമ്മ എന്ന പേരിൽ അറിയപ്പെടുമെന്നും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചുകൊണ്ടാണ് യെഹെസ്കേൽ തന്റെ പ്രവചനം ഉപസംഹരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ കിഴക്കേ വാതിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു, ആ വാതിൽ തുറക്കാതെ അടച്ചിട്ടിരിക്കണം. ഈ ദൈവിക ആലോചനയുടെ ചരിത്രപരവും ആധ്യാത്മികവും അതിന്റെ പ്രവചനപരവുമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ രാത്രി തിരുവെടുത്തിലൂടെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി മശിഹ നീതിസൂര്യനായി ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ ബെത്ലഹേം താഴ്വര വഴി കിഴക്കേ വാതിൽ കടന്ന് യെരൂശലേമിലേക്ക് കടന്നുവന്ന് യെരൂശലേമിന്റെ ഭരണം ഏറ്റെടുത്ത് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് ഓരോ യഹൂദനും കാത്തിരിക്കുന്നു. കഴിഞ്ഞ രാത്രി യേശുക്രിസ്തു നീതിസൂര്യനായി പ്രത്യക്ഷപ്പെടും എന്നുള്ളതായ മലാക്കി പ്രവാചകന്റെ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. യഹൂദന്മാർക്ക് വേണ്ടിയുള്ള യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത അത് ഒരു നീതിസൂര്യന്റെ ഉദയമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ ജനമായ ദൈവമക്കളാകുന്ന ദൈവസഭയാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർക്ക് രക്ഷയായി നീതി സൂര്യനായി അവൻ ഉദിച്ചുയരും മുമ്പ്
ഒരു ഉദയനക്ഷത്രം ഉദിക്കും എന്നതിനെ കുറിച്ച് ഓർപ്പിച്ചിട്ടാണ് കഴിഞ്ഞ രാത്രിയിലെ സന്ദേശം അവസാനിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ഇന്ന് ആ ഉദയനക്ഷത്രം എന്ന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുകയാകുന്നു ചെയ്യുന്നത്. എന്താണ് ഈ ഉദയ സൂര്യനും ഉദയ നക്ഷത്രവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പ്രാരംഭമായി നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആസന്നമായ പ്രത്യക്ഷതയ്ക്ക് 3 ഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു. ഒന്നാമത്, യേശുക്രിസ്തു തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ, തന്റെ സഭയെ ചേർക്കുവാൻ, തന്റെ പരിശുദ്ധ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി, പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ ആവലോടെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ അവൻ രഹസ്യത്തിൽ പ്രത്യക്ഷനായിത്തീരും. അനന്തരമായി 3.5 വർഷത്തെ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ 7 വർഷത്തെ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ മധ്യഭാഗത്ത് ഏതാണ്ട് 3.5 വർഷം ആകുമ്പോൾ ക്രിസ്തുവിന്റെ നാമനിമിത്തം രക്തസാക്ഷികളായി മരിച്ച തന്റെ വൃതന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു വീണ്ടും മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ വീണ്ടും എതിർക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണത്തിന്റെ ഒടുവിൽ ഇസ്രായേലിനെതിരായി പൊരുതുവാൻ വരുന്ന എതിർക്രിസ്തുവിന്റെ സൈന്യത്തോട് പോരാടി ശത്രുസൈന്യത്തെ പരാജയപ്പെടുത്തുവാനും നീതിയുക്തമായ ഒരു ഭരണം ലോകത്ത് സ്ഥാപിക്കുവാനും ക്രിസ്തുവും തന്റെ മണവാട്ടിയുമായി ഈ ലോകത്തിലേക്ക് കടന്നുവരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 പ്രത്യക്ഷതയിൽ ഒന്നാമത്തെയും 3ാമത്തെയും പ്രത്യക്ഷതകളെ കുറിച്ചാകുന്നു അവിടെ ഉദയനക്ഷത്രമെന്നും നീതി സൂര്യനെന്നും പരാമർശിച്ചിരിക്കുന്നത്. 3ാമത്തെ പ്രത്യക്ഷത അത് നീതി സൂര്യന്റെ പ്രത്യക്ഷതയായി യേശുക്രിസ്തു ലോകത്തിലേക്ക് തന്റെ മണവാട്ടിയുമായി കടന്നുവന്ന് ഹർമുഗദോൻ യുദ്ധം ജയിച്ചനന്തരം ലോകത്തിന്റെ ഭരണം ഏറ്റെടുത്ത് യെരുശലേം കേന്ദ്രമാക്കി നീതിയുക്തമായ ഒരു ഭരണം ഈ ലോകത്തിൽ നടത്തുവാൻ ഇടയായിത്തീരും. ആ പ്രത്യക്ഷത മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നു. എന്നാൽ ഈ മഹത്വ പ്രത്യക്ഷത സംഭവിക്കുന്നതിന് കൃത്യം 7 സംവത്സരം മുമ്പായി യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവ് ഉണ്ടായിരിക്കും. ഈ രഹസ്യ പ്രത്യക്ഷത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ട് മാനവജാതിയുടെ അകൃത്യം മുഴുവനും സ്വയം ഏറ്റെടുത്ത് അവന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി കാൽവറിയിൽ അറുക്കപ്പെട്ട് അവന്റെ പരിശുദ്ധ രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവത്തിന്റെ ജനത്തെ ദൈവിക പ്രമാണത്തിലും ദൈവിക കൽപ്പനയിലും വളർന്ന് പൂർണ്ണത പ്രാപിച്ചൊരുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷമാകും. ദൈവത്തിന്റെ ജനം ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ രഹസ്യ പ്രത്യക്ഷതയ്ക്കാകുന്നു ഉദയ നക്ഷത്രം എന്ന തിരുവെഴുത്തിൽ പരാമർശിക്കുന്നത്. എന്താണ് നീതിസൂര്യനും എന്താണ് ഉദയനക്ഷത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കുവാൻ സാധിക്കും. സൂര്യൻ ഉദിച്ചുയരുന്നത് കിഴക്കേ ചക്രവാള സിമുകളിൽ സൂര്യൻ ഉദിച്ചുയരുന്നത് പകൽ പോലെ പകൽ വെളിച്ചം ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് സകല മാനവ ജനതയുടെയും കണ്ണുകൾക്ക് ദൃശ്യമാകത്തക്ക നിലവാരത്തിലാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയും അത് സകല മാനവ ജനതയും കാണത്തക്കവണ്ണമായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്നു. സൂര്യന്റെ ഉദയം സകല മനുഷ്യരും കാണത്തക്കവണ്ണമാണെങ്കിൽ സൂര്യോദയത്തിന് അല്പം ചില മണിക്കൂറുകൾ മുമ്പ് ആകാശമണ്ഡലങ്ങളിൽ ഉദിച്ചുയരുന്ന ഒരു ഉദയനക്ഷത്രമുണ്ട്. ഉദയനക്ഷത്രത്തിന്റെ ഉദയം അതീവ രഹസ്യമായിട്ടായിരിക്കും. ഉദയനക്ഷത്രത്തിന്റെ ഉദയം ആർക്കെങ്കിലും കാണുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുത്തൊരുങ്ങിയിരിക്കുന്നവർക്കല്ലാതെ ആർക്കും ഉദയനക്ഷത്രത്തിന്റെ ഉദയം കാണുവാൻ സാധിക്കത്തില്ല. ഇത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. അതിനുവേണ്ടി മാത്രം ഒരുങ്ങി കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവന്റെ വിശുദ്ധന്മാർക്ക് മാത്രം കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്ന യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷത
അതാകുന്നു ഉദയനക്ഷത്രം ഉദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 16 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം ഉപസംഹരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരെന്ന് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ നമ്മുടെ കർത്താവ് യോഹന്നാനോട് പറയുന്നു, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നുവെന്ന് യേശു അവനെ തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22 അധ്യായം അതിന്റെ 16 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. ആകയാൽ ക്രൈസ്തവ ലോകം ആ ഉദയനക്ഷത്രത്തിന്റെ ശുഭ്രമായ ഉദയശോഭയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാകുന്നുവെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. ഞാനും നിങ്ങളും ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഉദയനക്ഷത്രത്തിന്റെ ഉദയമാകുന്നു. യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയാകുന്നു. അതിനുവേണ്ടിയാകുന്നു ഞാനും നിങ്ങളും ജീവിക്കുന്നതും ആകാംക്ഷയോടെ നമ്മുടെ ജീവിതത്തെ കാത്തുകൊണ്ട് ഈ വിശ്വാസ ജീവിതയാത്ര ഓടുന്നതും. അപ്പോൾ തന്നെ നമ്മുടെ അന്തരാത്മാവിൽ ഒരു ചോദ്യം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ, അല്ലെങ്കിൽ ആ ഉദയനക്ഷത്രം ഉദിച്ചുയരുമ്പോൾ ആർക്കായിരിക്കും ആ നക്ഷത്രത്തെ എതിരേൽക്കുവാൻ സാധിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ കാണപ്പെടുവാൻ എന്താകുന്നു യോഗ്യത? ഉദയനക്ഷത്രം പ്രാപിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നതായ ദൈവത്തിന്റെ ദൂതിൽ ആ ഉദയനക്ഷത്രത്തെ പ്രാപിക്കുവാൻ ഉണ്ടായിരിക്കേണ്ട 2 സവിശേഷമായ യോഗ്യതകളെ കുറിച്ച് അവിടെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുവച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ തകർക്കും. ഞാൻ അവർക്ക് ഉദയനക്ഷത്രവും കൊടുക്കുമെന്ന് ദൈവത്തിന്റെ ദൂതൻ അരുളി ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2 അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കാം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഈ ഉദയനക്ഷത്രം ആർക്കാണ് ലഭിക്കുന്നത്? ഉദയനക്ഷത്രമായ യേശുവിനെ ആർക്ക് പ്രാപിക്കുവാൻ കഴിയും? ആർക്ക് ഉദയനക്ഷത്രത്തെ എതിരേൽക്കുവാൻ സാധിക്കും? യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ കാണപ്പെടുവാൻ ഉള്ള യോഗ്യതയുണ്ടാകുന്നു. തിരുവെടുത്ത് അവിടെ ഇപ്രകാരം പറയുന്നു, ഒന്ന് ജയിക്കുന്നവരായിരിക്കണം, ഒന്ന് ജയിക്കുകയും 2 ഞാൻ കൽപ്പിച്ച പ്രവർത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ഞാൻ ഉദയനക്ഷത്രത്തെ കൊടുക്കും എന്ന് ദൈവത്തിന്റെ ദൂതൻ നമ്മോട് അരുളി ചെയ്യുകയാകുന്നു ചെയ്യുന്നത്. ആകയാൽ എന്നെ കേൾക്കേണ്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ അവൻ ഉദയനക്ഷത്രമായി ഉദിച്ചുയരുമ്പോൾ ആ രഹസ്യ പ്രത്യക്ഷതയിൽ കാണപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രാഥമികമായി നമ്മൾ ഈ 2 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കണം. ഒന്നാമത്, നമ്മൾ ജയിക്കുന്നവരായിരിക്കണം. 2, അവൻ കൽപ്പിച്ച കൽപ്പനകളെ അവസാനത്തോളം അനുഷ്ഠിക്കുന്നവരായിരിക്കണം. നാം ജയിച്ചവരായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ജയിച്ചവനാകുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ജയശാലിയാകുന്നു. അവൻ ആ കിഴക്കേ വാതിൽ വഴി ഒരു പുരുഷാരത്തിന്റെ ആരവാരവത്തോടുകൂടെ കഴുതപ്പുറത്തേന്തി കയ്യിൽ കുരുത്തോല പിടിച്ച് വൃക്ഷക്കൊമ്പുകൾ വെട്ടിയിട്ട വീതിയിലൂടെ
വസ്ത്രങ്ങളുടെ മുകളിലൂടെ ചവിട്ടിക്കൊണ്ട് ദാവീദ് പുത്രന്റെ ഹോസന്ന എന്ന ആർപ്പുവിളിയുടെ നടുവിലൂടെ യെരുശലേം നഗരവാതിൽ വഴി നഗരത്തിലേക്ക് കടന്നപ്പോൾ യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. സിയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ് വരുന്നു, അവൻ ജയശാലിയാകുന്നു. നമ്മുടെ കർത്താവ് ജയശാലിയാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ജയശാലിയായ യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ജയിച്ചവനാണെങ്കിൽ, ജയശാലിയാണെങ്കിൽ, അവൻ ജയശാലിയായി മടങ്ങി വരുന്നുവെങ്കിൽ ആ ഉദയനക്ഷത്രത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങുന്നവർ, ആ ജയശാലിയെ എതിരേൽക്കുവാൻ ഒരുങ്ങുന്നവർ നിശ്ചയമായിട്ടും ജയിച്ചവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. ആകയാൽ ഈ ലോകത്തിൽ ഒരു ജയകരമായ ജീവിതം ഞാനും നിങ്ങളും ചെയ്യുവാൻ കടപ്പെട്ടവരാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ സഭയ്ക്ക് നൽകുന്നതായ ദൈവിക ആലോചനകൾ നമ്മൾ ഓരോന്നും പഠിച്ചാൽ ജയിക്കുന്നവർക്ക് നിത്യതയിൽ ഒരുക്കപ്പെട്ടതായ അവകാശങ്ങളെക്കുറിച്ച് അവിടെ വളരെ മനോഹരമായി വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ആത്മവിവശതയിൽ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പുതിയ യെരൂശലേമിന്റെ മനോഹാരിതയെ വർണ്ണിക്കുമ്പോൾ ഇപ്രകാരം പറയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിന്റെ 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജയിക്കുന്നവൻ സകലതും അവകാശമാക്കും. മലയാളം ബൈബിളിൽ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. മൂലഭാഷയിൽ അങ്ങനെയല്ല, മറ്റു ഭാഷാന്തരങ്ങളിലും അങ്ങനെയല്ല. ജയിക്കുന്നവൻ സകലതും അവകാശമാക്കും എന്നാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒരു ജയജീവിതം ചെയ്യുന്നവരായിരിക്കണം. ഒരു ജയജീവിതം ചെയ്യുക എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളത്തിലാകുന്നുവെന്ന് ഞാനും നിങ്ങളും പ്രാരംഭമായി മനസ്സിലാക്കുക. ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളത്തിലാകുന്നു. ഈ പോർക്കളത്തിൽ അനേക പോരാട്ടങ്ങളെ ഒരു ഭക്തൻ ജയിച്ചെങ്കിൽ മാത്രമേ അവൻ അക്കരെ നാട്ടിൽ ചെന്നെത്തുവാൻ സാധിക്കത്തുള്ളൂ. ഒന്ന്, അവന്റെ ജീവിതത്തിൽ പാപത്തോട് അവനൊരു പോരാട്ടമുണ്ട്. 2, ലോകത്തോട് അവനൊരു പോരാട്ടമുണ്ട്. 3, ജഡത്തോട് അവനൊരു പോരാട്ടമുണ്ട്. 4, പിശാചിനോട് അവനൊരു പോരാട്ടമുണ്ട്. 5, ഈ ക്രിസ്തീയ ജീവിതത്തിലെ പരീക്ഷകളോടും കഷ്ടങ്ങളോടും അവനൊരു പോരാട്ടമുണ്ട്. അവസാനമായി അവന്റെ പോരാട്ടം മരണത്തോടാകുന്നു. ഈ പോരാട്ടങ്ങളെ അതിജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അക്കരെ നാട്ടിൽ പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു പോരാട്ടം ദൈവത്തിന്റെ ജനത്തുണ്ട്. അതുകൊണ്ടാകുന്നു വിശുദ്ധ പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, മരണമാകുന്ന ഉഗ്ര വിഷസർപ്പത്തിന്റെ ആ അണപ്പല്ലുകളാകുന്നു പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രയോ നിരപരാധികളെ ആ മരണമാകുന്ന വിഷസർപ്പം അതിന്റെ പാപമാകുന്ന വിഷപ്പല്ലുകൾ കൊണ്ട് ദംശിച്ച് നരകത്തിലേക്കും മരണത്തിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ, അരിമരക്ഷകനായ യേശു കാൽവറിയിൽ തകർക്കപ്പെട്ടതോടുകൂടെ ആ മരണമാകുന്ന മഹാസർപ്പത്തിന്റെ തലയെ കാൽവറിയിൽ തകർത്ത് അവന്റെ അണപ്പല്ല് തകർത്തതിനാൽ പാപത്തിന് മേൽ ജയമെടുക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആകയാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പാപത്തിന് മേൽ ജയം തരിക മാത്രമല്ല, പാപത്തെ ജയിക്കുവാനുള്ള അധികാരവും നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നു. ആകയാൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിലും പാപത്തിന്റെ പോരാട്ടം മരണം വരെയും അവരുടെ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും തമ്പുരാൻ ക്രൂശിൽ നേടിയെടുത്തതായ ആ ജയത്തിന്റെ അധികാരത്തിലൂടെ പാപത്തെ ജയിക്കുവാനുള്ള അധികാരം നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ആകയാൽ ദൈവം ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ നമുക്ക് ഏൽപ്പിച്ചു തന്ന ആ അധികാരത്തിൽ പാപത്തെ കീഴ്പ്പെടുത്തി നമ്മൾ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്ന പോരാട്ടം ഈ ലോകത്തിൻ്റെതായ പോരാട്ടമാകുന്നു.
ഈ ലോകത്തിന്റെ സുഖങ്ങളിലും ഈ ലോകത്തിന്റെ ആഡംബരത്തിലും ഈ ലോകത്തിന്റെ താടി മോടികളിലും അകപ്പെട്ട് എത്രയോ മനുഷ്യർ ഇന്ന് വഴിതെറ്റി ദൈവിക സത്യങ്ങളിൽ നിന്നും ദൈവിക പ്രമാണത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും അന്യപ്പെട്ടു പോയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തിനേറെ പറയുന്നു, ക്രിസ്തീയ ഗോളത്തിൽ തന്നെ അനേക ഭക്തന്മാരും വിശ്വാസമാർഗത്തിൽ നിബന്ധിച്ച് അവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആദിമ നൂറ്റാണ്ടിലും ഈ നിലവാരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ ഒരു സഹപ്രവർത്തകൻ വിശ്വാസം വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതിനെ കുറിച്ച് ഓർപ്പിക്കും നമുക്കറിയാമല്ലോ. ദേമാസ് എന്നാകുന്നു ആ പിന്മാറ്റക്കാരന്റെ പേര്. ദേമാസിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ അവൻ ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു പോയി എന്നാകുന്നു വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. ആകയാൽ തിരുവെടുത്ത് നമ്മൾ ഓർപ്പിക്കുന്നു, ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഒരിക്കലും കാണപ്പെടുവാൻ ഇടയായി തീരത്തില്ല. ഒരു കാലത്ത് ഞാനും നിങ്ങളും ഈ സത്യത്തെ അറിയും മുമ്പ്, ഈ രക്ഷയെ സ്വായത്തമാക്കും മുമ്പ്, ഈ ലോകത്തിന്റെ പ്രഭുവിനും ഈ ലോകത്തിന്റെ കാലഗതിക്കും അനുസരിച്ച് ജീവിതം നയിച്ചവരായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു, ഇന്നും ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിക്കുന്നവർ ഈ കോന്നി പ്രദേശത്തും അതിന്റെ ചുറ്റുപാടുകളിലും കണ്ടിരിക്കും. വിശേഷിച്ചും യൗവന ലോകം ഈ ലോകത്തിന്റെ കാലഗതികൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രവണത ഈ നവീന യുഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സിനിമ താരങ്ങളുടെ വികലമായ അവരുടെ വസ്ത്രധാരണങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ ആഡംബരങ്ങളും ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇന്നത്തെ യവന ലോകത്തിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുവാൻ തന്നെ ലജ്ജയാകുന്ന വിധത്തിൽ ലോകത്തിന്റെ ആഴത്തിലേക്ക് അവർ ഇറങ്ങിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാകുന്നു ചെയ്യുന്നത്. സാത്താന്യ മുദ്രകൾ പതിപ്പിച്ചതായ ടീഷർട്ടുകളും സാത്താന്യ വാചകങ്ങൾ എഴുതിയ ടീഷർട്ടുകളും ധരിച്ചുകൊണ്ട് നടക്കുന്നതിൽ യൗവനക്കാർ അഭിമാനം കണ്ടെത്തുന്നു. നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കുവാൻ ധരിക്കേണ്ടതിന് പകരം നഗ്നത വെളിപ്പെടുത്തുവാൻ വസ്ത്രത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്ന നിലവാരത്തിൽ മനുഷ്യന്റെ ലോകസ്നേഹം അവന്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ആഡംബരം അവന്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണെന്നുള്ള യാഥാർത്ഥ്യം ഒരു ഭക്തൻ അവന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകത്തിന്റെ സുഖങ്ങളും ഈ ലോകത്തിന്റെ ആഡംബരങ്ങളും സാത്താൻ വിഭാവനം ചെയ്യുന്നത് അവനെ പിൻപറ്റുന്നവർക്കാണ്. ഒരിക്കൽ അരുമരക്ഷകനെ യേശുവിന്റെ അടുക്കൽ ചെന്ന് സാത്താൻ ഇപ്രകാരം പറയുന്നു, നീ വീണ് എന്നെ നമസ്കരിക്കുക, ഈ കാണുന്നതൊക്കെയും നിനക്ക് തരാം. ഇതാണ് സാത്താന്റെ തന്ത്രമെന്ന് പറയുന്നത്. വീണ് അവനെ നമസ്കരിച്ചാൽ, അവന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടാൽ, അവന്റെ സേവകരായി തീർന്നാൽ ഈ ലോകത്തിന്റെ ഏത് പ്രതാപവും ഈ ലോകത്തിന്റെ ഏത് താടിമോടികളും ഈ ലോകത്തിന്റെ ഏത് ഫാഷൻ തരംഗങ്ങളും ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചുള്ള ഏത് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു മനുഷ്യനെ അവന് അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കും. ആകയാൽ ഒരു ദൈവത്തിന്റെ പൈതൽ അവന്റെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിലും നാം ലോകക്കാരല്ല. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികന്മാർ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാനും നിങ്ങളും കാത്തിരിക്കുകയാകുന്നു ചെയ്യുന്നത്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകവും അതിന്റെ മോഹവും പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാകുന്നു. ഈ ലോകത്തിന്റെ സുഖങ്ങൾ ആവോളം ആസ്വദിച്ചൊരു ചക്രവർത്തിയായിരുന്നല്ലോ സലോമോൻ രാജാവ്. അവന്റെ ജീവിതത്തിൽ സുഖങ്ങൾ മുഴുവനും അനുഭവിച്ച അനന്തരം ഇതിന്റെ നിരർത്ഥകത മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവൻ സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു, മായമായ സകലവും മായ തന്നെ. ഈ ലോകത്തിന്റെ സമസ്ത സുഖങ്ങളും മായയാകുന്നു. ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതൊക്കെ നശ്വരങ്ങളാകുന്നു. ഇതൊക്കെ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ആകയാൽ ഒരു ദൈവത്തിന്റെ പൈതൽ ഉദയനക്ഷത്രമാകുന്ന യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ഈ ലോകത്തെ ജയിക്കണം. എപ്രകാരം ഒരു വ്യക്തിക്ക്
എനിക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കും. പാപത്തെ ജയിക്കുവാൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ ദൈവം കൈമാറിയ അധികാരത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ലോകത്തെ ജയിക്കുവാൻ ഒരു ഭക്തനെ പ്രാപ്തനാക്കി തീർക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാകുന്നു. ദൈവത്തിലുള്ള വിശ്വാസം ലോകത്തെ ജയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നു. തിരുവെടുത്ത് പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ ദൈവത്തിലുള്ള വിശ്വാസമാകുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നു. ഒരു ഭക്തനെതിരായി പോരാടുന്ന മൂന്നാമത്തെ ശത്രുവാകുന്നു അവനോട് തന്നെയുള്ള പോരാട്ടം. അത് ജഡത്തിന്റെ പോരാട്ടം. ആകയാൽ ജഡത്തിന്റെ പോരാട്ടത്തെ ഒരു ഭക്തൻ അവന്റെ ജീവിതത്തിൽ കീഴ്പ്പെടുത്തണം. എപ്രകാരം അവനോട് തന്നെ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ സാധിക്കും? ഒരിക്കലും മഹാൻ ഇപ്രകാരം പറയുകയുണ്ടായി, ലോക സാമ്രാജ്യങ്ങളെ മുഴുവനും വെട്ടിപ്പിടിച്ച് കൈവശമാക്കിയവനല്ല യഥാർത്ഥ മഹാൻ എന്ന് പറയുന്നത്. അവനെ തന്നെ വെട്ടിപ്പിടിച്ച് കീഴ്പ്പെടുത്തി അവന്റെ മേൽ ജയമെടുത്തവനാകുന്നു, സ്വയം ജയമെടുത്തവനാകുന്നു യഥാർത്ഥ മഹാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയെ നോക്കുക, ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയവൻ, പക്ഷെ സ്വയം കീഴ്പ്പെടുത്തുവാൻ അവൻ പരാജയപ്പെട്ടുപോയി. ആയുസ്സിന്റെ മധ്യത്തിൽ അവൻ ഈ ലോകം വിട്ട് പോകേണ്ടി വന്നു. ആകിയാൽ ജഡത്തെ നമ്മൾ കീഴ്പ്പെടുത്തണം. ജഡത്തെ ഒരു വ്യക്തിക്ക് കീഴ്പ്പെടുത്തുവാൻ എപ്രകാരം സാധിക്കും? അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ, ജഡത്തിന്റെ അഭിലാഷങ്ങളെ, ജഡത്തിന്റെ ഇച്ഛകളെ, ജഡത്തിന്റെ മനോവികാരങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്തി ജയിക്കുവാൻ സാധിക്കുന്നു. അടുത്തതായി നമുക്ക് പോരാട്ടമുള്ളത്, നമ്മൾ പോരാടി ജയിക്കേണ്ടത് പിശാചിനോടാകുന്നു. ദൈവത്തിന്റെ വചനം നമ്മളോട് ഇപ്രകാരം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോഹങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാകുന്നു. ആകയാൽ സാത്താനോടും അവന്റെ ലോകത്തോടും ഒരു ദൈവത്തിന്റെ പൈതലിന് മരണം വരെയും പോരാട്ടമുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത്. സാത്താൻ തനിക്ക് ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് അവൻ മുഴു ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാകുന്നു എന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകത്തിലെ ബുദ്ധിരാക്ഷസന്മാർ എന്നറിയപ്പെടുന്ന എത്രയോ പേർ പിശാചിന്റെ ആരാധകരായി ലോകത്തിൽ കാണപ്പെടുന്നു. സാത്താന്യ ആരാധന ലോകത്താകമാനം വളർന്നു വരുന്ന കാഴ്ച. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന കേരളത്തിന്റെ ഹൃദയഭാഗത്ത് പോലും സാത്താന്യ ആരാധനകൾ വർദ്ധിച്ചു വരുന്നു. സാത്താന്യ സംഗീതങ്ങൾ യൗവന ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സാത്താന്റെ അടയാളങ്ങൾ വസ്ത്രനിർമ്മാണശാലകളിലൂടെ അനേക ജീവിതങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിശാച് പല വിധത്തിൽ അവന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദൈവവൈതൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാകുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കുവാൻ. ദുഷ്ടന്റെ അധീനതയിൽ ജീവിക്കുന്ന ഈ ലോകത്തിൽ ദൈവമക്കൾ നമ്മൾ ഓരോരുത്തരും അവന് നിശ്ചയമായിട്ടും ശത്രുക്കളാണ്. ആകയാൽ നമ്മൾ അവനോട് പോരാടി ജയിക്കേണ്ടിയിരിക്കുന്നു. എപ്രകാരം ഒരു ഭക്തന് അവന്റെ ജീവിതത്തിൽ പിശാചിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും? അതിന് ദൈവത്തിന്റെ വചനം അവന് പോരാടുവാൻ ചില ആയുധങ്ങളെ പറയുന്നുണ്ട്. ആയുധങ്ങളെ ധരിച്ച് ഒരു പടയാളിയെ പോലെ ക്രിസ്തീയ ജീവിതം ചെയ്യുന്നവന് മാത്രമേ പിശാചിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തി ജയമെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അടുത്തതായി ഒരു ഭക്തന്റെ ജീവിതത്തിൽ പരീക്ഷകളും പ്രയാസങ്ങളും പരിശോധനകളും ജീവിതത്തിൽ കടന്നുവരും. ദൈവം അനുവദിക്കുന്ന പരീക്ഷകളും സാത്താൻ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പരീക്ഷകളും ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ജീവിതത്തിൽ പരിശോധനകൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ പരിശോധനകളെല്ലാം അതിജീവിച്ചവനാകുന്നു. താൻ തന്നെ പരീക്ഷകനായി കഷ്ടം സഹിച്ചവനാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പാവമൊഴിക സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആകയാൽ കഷ്ടങ്ങളും പരിശോധനകളും ഈ ലോകത്തിൽ നമുക്ക് നേരിടുമ്പോൾ എന്റെ കർത്താവ് ഇതൊക്കെയും അഭിമുഖീകരിച്ച് ജയിച്ചവൻ എന്നുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തെ മുന്നോട്ടോടുവാൻ നമുക്ക് ബലം തരേണ്ടിയിരിക്കുന്നു. ആകയാൽ ഈ പിശാചം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതുമായ കഷ്ടങ്ങളെയും പരിശോധനകളെയും പ്രയാസങ്ങളെയും നമ്മൾ അതിജീവിച്ച് നിത്യതയിൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കി നമ്മോട് പറയുന്നത് വാക്കുണ്ട്. തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളല്ലോ എന്റെ പരിശോധനകൾ എന്നോടുകൂടെ നിലനിന്നവർ. കർത്താവ് നമ്മോട് ആ വാക്ക് പറയും. ഈ കഷ്ടങ്ങളും പരിശോധനകളും ജയിച്ച് ഉദയനക്ഷത്രത്തെ എതിരേറ്റ് അക്കരെ നോട്ട് ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചിട്ട് നമ്മെ തലോടിക്കൊണ്ട് പറയും, നിങ്ങളല്ലോ എന്റെ പരിശോധനകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ഈ കഷ്ടങ്ങൾക്കൊന്നും അവരുടെ ജീവിതത്തെ തളർത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്
എന്നെ വേർപെടുത്തുവാൻ ആർക്ക് സാധിക്കും? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ മനുഷ്യർക്കോ മറ്റ് യാതൊരു സൃഷ്ടിക്കുമോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവെങ്കിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഭക്തൻ തന്റെ അടുത്തോടെ അത് പറയുവാൻ കാരണം? അടുത്ത വാക്യത്തിൽ പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ആകയാൽ ഒരു ദൈവത്തിന്റെ പൈതൽ അവന്റെ വിശ്വാസ ജീവിതത്തിൽ കഷ്ടത്തിലൂടെ പരിശോധനകളിലൂടെ താഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ ജീവിത വഴി കർത്താവ് കടന്നുപോയിട്ടുണ്ട്. കർത്താവ് നിശ്ചയമായിട്ടും ഈ ജീവിത വഴിയിൽ നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ ഉടർച്ചകളെ അറിയുന്നു. ദൈവം നിന്റെ സങ്കടങ്ങളെ അറിയുന്നു. ദൈവം നിന്റെ കണ്ണുനീർ കാണുന്നുണ്ട്. ദൈവം നിന്റെ നെടുവീർപ്പ് കാണുന്നു. നിന്റെ കണ്ണുനീർ അവന്റെ തുരുത്തിയിലാക്കി വയ്ക്കുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കണ്ണുനീർ ചാടുവരയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ അതിനെ ഒരു ജലാശയമാക്കി തീർക്കും. അവൻ നമ്മുടെ കരം പിടിക്കും. അവന്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കും. ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആകയാൽ നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ പരീക്ഷകളും കഷ്ടങ്ങളും വരുമ്പോൾ നമ്മൾ ഏകനല്ല എന്നുള്ളൊരു ധൈര്യം നമ്മുടെ ജീവിതത്തെ ഭരിക്കുവാൻ ഇടയായി തീരട്ടെ. നല്ല ഇടയനായ യേശുവിനെ നമ്മൾ അനുഭവിച്ചറിയുവാൻ ഇടയായി തീരട്ടെ. ഇംഗ്ലണ്ടിൽ നടന്നതായ ഒരു സമ്മേളനത്തെക്കുറിച്ച് ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ലോകപ്രശസ്തനായ ഒരു സംഗീതജ്ഞന് അവാർഡ് കൊടുക്കുന്നതായ ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ആ ദേശത്തെ അറിയപ്പെടുന്നതായ ഒരു വയോധികനായ ഒരു ബിഷപ്പും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. തിങ്ങിക്കൂടിയതായ ജനസമൂഹത്തിന്റെ നടുവിൽ തനിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഈ വൃദ്ധനായ ബിഷപ്പ് മുന്നോട്ട് വന്നിട്ട് ആ ഗായകനോട് പറഞ്ഞു, നിങ്ങൾ ഒരു പാട്ട് പാടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ താൻ ചോദിച്ചു, ഏത് പാട്ടാണ് പാടേണ്ടത്? താൻ പറഞ്ഞു, 23-ാം സങ്കീർത്തനത്തെക്കുറിച്ച് നിങ്ങൾ ഒരു പാട്ട് പാടണം. ആ ഗായകൻ പറഞ്ഞു, ഞാൻ പാടാം, പക്ഷെ എനിക്കൊരു അഭിപ്രായമുണ്ട്. ഞാൻ പാടിത്തീരുമ്പോൾ ബിഷപ്പും ഒരു പാട്ട് പാടണം. അത് പറഞ്ഞിട്ട് താൻ പാടുവാൻ തുടങ്ങി. ശ്രുതി മധുരമായ ശബ്ദത്തിൽ മനോഹരമായ ഗാനം തന്റെ അതരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വീണു. ആ ഓഡിറ്റോറിയത്തിൽ കൂടിയിരുന്നവരൊക്കെയും ആ ശബ്ദ സുഖത്തില് അവർ ലയിച്ചിരിക്കുവാൻ ഇടയായി തീർന്നു. അവരെല്ലാവരും പാട്ട് കേട്ട് സന്തോഷിച്ചു. പാട്ട് നിർത്തിയപ്പോൾ അവർ കരഘോഷത്തോടെ അദ്ദേഹത്തെ എതിരേറ്റു. അത് കഴിഞ്ഞപ്പോൾ ആ ഗായകൻ ചെന്ന് ആ ബിഷപ്പിന്റെ അരികെ പറഞ്ഞു, ബിഷപ്പ്, നിങ്ങൾ ആ പാട്ട് പാടണമെന്ന് പറഞ്ഞു. നിങ്ങളും 23-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. വൃദ്ധനായ ബിഷപ്പ് ബൈബിൾ കയ്യിലടിച്ച് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പാടാൻ അറിയത്തില്ല, പക്ഷേ ഞാൻ ആ സങ്കീർത്തനം ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞിട്ട് വളരെ ശബ്ദം താഴ്ത്തി 23-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്ന ഭാഗം താൻ താഴോട്ട് വായിച്ചു വരുവാൻ തുടങ്ങി. താൻ വായിക്കുന്നതിനനുസരിച്ച് അവിടെ കൂടിയുന്ന ജനങ്ങൾ മുഴുവനും പുതുക്കെ നിശബ്ദരാവാൻ തുടങ്ങി. വീണ്ടും കൂടിയ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഇടയനെ അവതരിപ്പിച്ചു. അവിടെ ജനത്തിന്റെ കണ്ണുകൾ നിറയുവാൻ തുടങ്ങി. ആ ബിഷപ്പ് ആ സങ്കീർത്തനം വായിച്ചു നിർത്തിയപ്പോൾ അവിടെ കൂടിയുന്ന സകല ജനങ്ങളും വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. വായിച്ചു നിർത്തി കഴിഞ്ഞപ്പോൾ ആ ഗായകൻ ഓടിച്ചെന്ന് ബിഷപ്പിന്റെ കരം ഗ്രഹിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ബിഷപ്പേ, എനിക്ക് 23-ാം സങ്കീർത്തനത്തെക്കുറിച്ച് പാടാനറിയാം, പക്ഷെ അങ്ങേക്കോ അതിലെ ഇടയരെന്നായിട്ടറിയാം. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകും, പരിശോധനകൾ ഉണ്ടാകും. ഒരു നല്ല ഇടയനെ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തറിയുവീൻ. കൂരിൽ തടവരയിലൂടെ നടന്നു പോകുമ്പോൾ വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ഇടയനെ നിങ്ങൾക്ക് അടുത്തറിയുവാൻ സാധിക്കുമെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ഏത് പരിശോധനയെയും ജയിച്ച് ആ ഉദയനക്ഷത്രത്തെ എതിരേൽക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കും. അടുത്തതായി ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ ജയിക്കേണ്ടത് മരണമാകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒടുക്കലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഒടുവിൽ നേരിടേണ്ടി വരുന്ന ശത്രുവാകുന്നു മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മരണമെന്ന പ്രതിഭാസത്തിന്റെ മുമ്പിൽ ലോകത്തും അനേക മഹാന്മാർ വീണുടഞ്ഞ് തകർന്നിട്ടുണ്ട്. അനേക വിഗ്രഹങ്ങൾ വീണുടഞ്ഞ് തകർന്നിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഇളക്കി മറിച്ചവർ മരണത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. അവിടെയാണ് മഹാന്മാർ തോറ്റ് പരാജയം സമ്മതിച്ചിട്ടുള്ളത്. അനേക വിശുദ്ധന്മാർ, അനേക വച്ചന്മാർ
ജയക്കൊടി ഏന്തിക്കൊണ്ട് അക്കരെ നാട്ടിൽ പ്രവേശിച്ചിട്ടുള്ളത് മരണത്തിന്റെ തീരത്ത് വെച്ചാകുന്നു. ആകിയാൽ മരണം നമ്മുടെ ജീവിതത്തിൽ അന്തിമമായ ഒരു പോരാട്ടമാണെന്ന് ഞാനും നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണം. ആ മരണത്തിന്റെ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കുവാൻ കഴിയുമോ? ലോക ചരിത്രം നമ്മൾ പഠിച്ചാൽ മരണമെന്ന പോരാട്ടത്തിന് മുമ്പിൽ പരാജയപ്പെട്ട് താഴെ വീണുടഞ്ഞുപോയ അനേക ലോക പ്രശസ്തരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിരീശ്വരവാദിയായ ആഡംസ് അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അവൻ വിറയാർന്ന ശബ്ദത്തിൽ ഇപ്രകാരം ഒഴിഞ്ഞുവെന്നാണ് ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്: ഞാൻ ഇപ്പോൾ എന്റെ മുറിയിൽ പിശാചിനെ കാണുന്നു എന്ന് അവൻ പറഞ്ഞ് അലറിക്കുണ്ടാകുന്നു അവന്റെ പ്രാണൻ അവനെ വിട്ടുപോയത്. മറ്റൊരു നിരീശ്വരവാദിയായിരുന്നു ഹോബ്സ്. അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ അവൻ പ്രത്യാശയില്ലാതെ അവന്റെ കണ്ണുകൾ അടഞ്ഞ് ഈ ലോകത്തിന്റെ മുമ്പിൽ മരണത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടവരെ മടങ്ങുമ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞുവെന്ന് പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്: നിത്യനാശത്തിനായി വിധിക്കപ്പെട്ടവന്റെ വേദന ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, നിത്യതയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ നിങ്ങൾ എനിക്ക് മയക്കുമരുന്ന് തരുവീൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്റെ ആത്മാവ് ഭയങ്കരമായ കൂരിട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ കണ്ണുകളെ അടയ്ക്കുകയുണ്ടായി. മറ്റൊരു നിരീശ്വരവാദിയായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യകാരനായ തോമസ് കോട്ട്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ തോമസ് കോട്ട് താനും മരണത്തിന് മുമ്പ് പരാജയപ്പെട്ട് വീണുടഞ്ഞു. അവൻ മരിക്കുമ്പോൾ ഇപ്രകാരം നിരാശയോട് പറഞ്ഞു: ഇതുവരെ ഞാൻ ചിന്തിച്ചതും ഞാൻ വിചാരിച്ചതും നരകമില്ല, ദൈവമില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇത് രണ്ടുമുണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്നു. ഇതാ ഞാൻ നിത്യനരകത്തിലേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ കണ്ണുകളടച്ച് നിത്യനരകത്തിലേക്ക് കടന്നുപോയി. എന്നാൽ അനേക ഭക്തന്മാരുടെ ജീവിതം നമ്മൾ എടുത്താട്ടെ. എത്രയോ ഭക്തന്മാർ മരണത്തിന്റെ പോരാട്ടത്തിന്റെ മുമ്പിൽ അവർ ജയക്കൊടി ഏന്തിക്കൊണ്ട് അക്കരെ നാട്ടിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റൺ അവൻ മരിക്കുന്നതിന് അല്പം മുമ്പ് പ്രത്യാശ നിർഭരമായ സന്ദർഭത്തിൽ അവൻ ഇപ്രകാരം പറഞ്ഞു. അവൻ ദൈവത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്: ദൈവമേ, എന്നെ സ്വീകരിച്ച് എന്റെ സേവനത്തെ അംഗീകരിച്ചാലും മഹത്വം മുഴുവനും നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഭക്തൻ അവന്റെ കണ്ണുകൾ അടയ്ക്കുകയുണ്ടായി. വിപ്ലവ നവോത്ഥാന പ്രസ്ഥാനത്തിൽ നേതൃത്വം കൊടുത്ത മാർട്ടിൻ ലൂതർ കണ്ണുകൾ അടയ്ക്കുമ്പോൾ മരണത്തിന് മുമ്പിൽ വെച്ച് അവൻ പറഞ്ഞു: ഇതാ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ഭക്തനായ നാരായണ വാമന ചിലക് അവൻ മരിക്കുമ്പോൾ പറഞ്ഞത്: യോർദാൻ ഞാൻ ചിന്തിച്ചതുപോലെ ആഴമുള്ള കാര്യമല്ല. എന്റെ പ്രിയൻ തന്റെ കരം പിടിച്ച് എന്നെ അക്കരയിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകപ്രശസ്തനായ ഡി.എൽ. മൂഡി മരിക്കുന്ന വേളയിൽ പറഞ്ഞു: ഇതാകുന്നു മരണം. ഇത് മരണമല്ല, ഇത് സ്വർഗത്തിന്റെ കവാടമാണ്. ഇന്നെന്റെ കിരീടധാരണ ദിവസമാണ്. സ്വർഗം തുറക്കുന്നു, ഭൂമി മാറ്റപ്പെടുന്നു, പർവ്വതങ്ങളില്ല, താഴ്വരകളില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആ ഭക്തന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. ആകിയാൽ എന്നെ കേൾക്കുന്ന പ്രിയമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മരണം ഒരു പോരാട്ടമാണ്. അതിനെ നമുക്ക് ജയിക്കുവാൻ എങ്ങനെ സാധിക്കും? ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ നമുക്കത് സാധിക്കും. ആകിയാൽ പാപത്തെ ജയിക്കുവാൻ ക്രൂശിൽ അവൻ നമുക്ക് തന്ന അധികാരത്തിലൂടെയും, ലോകത്തെ ജയിക്കുവാൻ ദൈവോത്തരങ്ങളുള്ള വിശ്വാസത്തിലൂടെയും, ജഡത്തെ ജയിക്കുവാൻ ദൈവം നമുക്ക് ആത്മാവിന്റെ ശക്തിയിലൂടെയും, പിശാചിനെ ജയിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങളിലൂടെയും, മരണത്തെ ജയിക്കുവാൻ ദൈവത്തിനുള്ള ആശ്രയത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. ഇപ്രകാരം ജയിച്ച ജയവീരന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് ഉദയനക്ഷത്രം എന്ന് പറയുന്നത്. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവര് ഉദയനക്ഷത്രം കൊടുക്കും. ആകയാൽ കർത്താവിന്റെ വരവിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഉദയനക്ഷത്രത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഈ ദുഷ്ടലോകത്തില് നമുക്കൊരു ജയകരമായ ജീവിതം ചെയ്യാം. പാപത്തോട് നമുക്ക് പോരാടി ജയിക്കാം. ലോകത്തിന്റെ സ്നേഹത്തോട് നമുക്ക് വിട പറഞ്ഞ് ദൈവരാജ്യത്തെ നോക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടാതെ ആത്മശക്തിയാൽ നിറഞ്ഞ് നമുക്ക് ജീവിക്കുന്നവരായി തീരാം. പിശാചിന്റെ ശക്തികളോട് എതിരിട്ട് ദൈവശക്തിയാൽ നിറഞ്ഞ് നമുക്ക് ജീവിക്കാം. കഷ്ടങ്ങളെയും പരിശോധനകളെയും കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ജയിക്കാം. ഒരു മരണം നമ്മുടെ മുൻപിലുണ്ട്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജയിച്ച് നമുക്ക് അക്കരെ കിടക്കാം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്: ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. ജയിക്കുന്നവർ മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. താൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്ത് ജീവിച്ചപ്പോൾ അനേക കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അരിമരക്ഷകൻ ഇപ്രകാരം പറയുകയുണ്ടായി, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, കർത്താവിനെ സ്നേഹിക്കുന്നവർ, പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും നമ്മൾ അവനെ സ്നേഹിക്കണം. അവനെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവൻ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതാകുന്നു. ആകയാൽ കർത്താവിന്റെ രഹസ്യവരവിൽ ഉൾപ്രാവണം പ്രാപിക്കുവാൻ, എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധ പ്രവാചകന്മാരിലൂടെയും വിശുദ്ധ അപ്പോസ്തലന്മാരിലൂടെയും നമ്മുടെ ദൈവത്തിലെ ക്രിസ്തുവിലൂടെയും നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ കൽപ്പനകളെ അനുസരിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ അനേക കൽപ്പനകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് കൽപ്പനയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ നിന്ന് സ്നേഹിക്കുക, അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. വീണ്ടും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, അത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ആകയാൽ ദൈവത്തിന്റെ വചനത്തിൽ ആകെക്കൂടെയുള്ള വിഷയങ്ങളെ, അതിന്റെ ഒരു സാരാംശത്തെ ഒറ്റവാക്കിലെടുത്താൽ സ്നേഹമെന്നൊരു വാക്കിൽ നമുക്ക് ഒതുക്കി നിർത്താം. ലോകത്തിൽ നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് അന്യഭാഷയുണ്ട്, കൃപാവരങ്ങളുണ്ട്, നമുക്ക് ഭാഷാവരമുണ്ട്, ശരീരത്തെ ചുടുവാൻ ഏൽപ്പിക്കത്തക്ക വിധത്തിൽ ജീവിതത്തിൽ ത്യാഗമുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യും, വീരപ്രവർത്തികൾ ചെയ്യും, പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഇതൊക്കെയും വൃഥാവാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിന്റെ കൽപ്പന ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് മനുഷ്യന്റെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് നമുക്ക് അനേക കൽപ്പനകൾ തരുന്നുണ്ട്. അപ്പോസ്തലരുടെ പുസ്തകം 17-ാം അധ്യായം അതിൽ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മാനസാന്തരപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നുവെന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലരുടെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ, അപ്പോസ്തലപ്രവൃത്തി വായിച്ചാട്ടെ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കും. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചാൽ നിശ്ചയമായിട്ടും ശിക്ഷയുണ്ടെന്നുള്ളത് ഉറപ്പാകുന്നു. തിരുവെഴുത്തിൽ ദൈവം നമുക്ക് അനേക ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, അനേക പ്രബോധനങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതുമാണ്. പക്ഷേ തിരുവെഴുത്തിൽ ചില കൽപ്പനകൾ തന്നിട്ടുണ്ട്. കൽപ്പനയുടെ പ്രത്യേകത, അത് ലംഘിച്ചാൽ ശിക്ഷയുണ്ടെന്ന് ഉറപ്പാകുന്നു. ആകയാൽ ഒരു ദൈവപൈതൽ അവന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് മതിയാവത്തുള്ളൂ. ഒരു ദൈവപൈതൽ മാത്രമല്ല, തിരുവെഴുത്ത് പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ജീവിതത്തെ മാനസാന്തരപ്പെട്ട് മതിയാവത്തുള്ളൂ. ഒരിക്കൽ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും തിരിച്ചറിയുവാനുള്ള വകഭേദം ജീവിതത്തിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ, പരിജ്ഞാനം ജീവിതത്തിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ, അവൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും മാനസാന്തരപ്പെട്ട് മതിയാവത്തുള്ളൂ. എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മൂലഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് ശരിയായ രീതിയിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്യാൻ മനസ്സ് മാറ്റുവാനുള്ള തീരുമാനമാകുന്നു മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും ജീവിച്ചു പോന്നതായ ജീവിത സാഹചര്യങ്ങളോട് വെറുപ്പ് തോന്നിയിട്ട്, ജീവിതത്തിൽ ദുഃഖം തോന്നിയിട്ട്, കയ്പ് തോന്നിയിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. പാപത്തെ കയ്പോടെ ഏറ്റുപറയുക. യേശു ക്രൂശിച്ചെറിഞ്ഞ രക്തത്തിൽ പാപമോചനമുണ്ടെന്ന് വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുക. അവിടെയാണ് മാനസാന്തരം. അത് ഒരു ജീവിതത്തിൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അവന്റെ പാപങ്ങളെക്കുറിച്ച് ശരിയായ ഒരു അറിവുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ശരിയായ ഒരു കുറ്റബോധം ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് കരയുവാൻ സാധിക്കണം. സഭാപിതാവായ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവറേലിയസ് അഗസ്റ്റിന്റെ മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ലോകത്ത് സകല പാപങ്ങൾക്കും അടിമപ്പെട്ട് ജീവിച്ചവനാണ്. വ്യഭിചാര പാപത്തിൽ പോലും താൻ അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ഏറ്റവും നികൃഷ്ടനും നീതിനുമായിട്ട് ഈ സമൂഹത്തിൽ അവൻ ജീവിച്ചു. പക്ഷെ ഒരിക്കൽ തന്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. ഈ ജീവിതം എവിടേക്ക് എന്നൊരു ചോദ്യം തന്റെ മനസ്സിൽ കടന്നു വന്നു. ഒടുവിൽ സമാധാനം നഷ്ടപ്പെട്ടു. നരകത്തിലേക്കാണ് എന്റെ കാലടികൾ എന്ന് അവൻ
ഔറേലിയസ് അഗസ്തീനോസിന് മനസ്സിലായി ജീവിതം നിരാശയുടെ പടുകുടിയിലായി, മരണം തന്നെയാകുന്ന മുമ്പിൽ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് താൻ ഇന്ന് നിരാശയിൽ നടക്കുമ്പോൾ ഒരു ദിവസം തന്റെ സുഹൃത്ത് അലീപ്പിയൂസിന്റെ വീട്ടിലേക്ക് താൻ കടന്നു ചെന്നു. തന്റെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഉദ്യാനമുണ്ട്. ഉദ്യാനത്തിന്റെ അടുക്കൽ താൻ പോയിരുന്നു. അലീപ്പിയൂസ് ഇതാ കുടിൽ കിടന്ന് ഉറങ്ങുകയാണ്. താൻ ഉദ്യാനത്തിൽ ചെന്നിരുന്ന് അല്പനേരം പ്രപഞ്ചത്തെ കണ്ട് ആസ്വദിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിനക്ക് സാധിക്കുന്നില്ല. ഭയങ്കരമായ നിരാശ, ചെയ്തുപോയ കുറ്റത്തെക്കുറിച്ചുള്ള കുറ്റബോധം, നരകത്തിന്റെ തരകം തന്നെ മുമ്പിൽ വായ്പളം നിൽക്കുന്നു. മരിച്ചാൽ മതി, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, നിരന്തരം ജീവിക്കുന്നു. ആ ദുഃഖം തന്നെ മനസ്സിനെ അലട്ടുകയാണ്. ഒരിക്കലും സമാധാനം പ്രാപിക്കാൻ സാധിക്കുന്നില്ല. ആ അസ്വസ്ഥനായി ആ പൂന്തോട്ടത്തിൽ ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പൂന്തോട്ടത്തിന്റെ മതിലിനപ്പുറത്ത് നിന്ന് ഒരു കൊച്ചുകുടിയിൽ നിന്ന് 2-3 പെൺകുട്ടികൾ ചേർന്ന് ഒരു പാട്ടുപാടുന്ന ശബ്ദം തന്റെ കാതിൽ മുഴങ്ങിക്കേട്ടു. ആ പാട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയിരുന്നു: എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക. ഈ വാക്കിനെ ആവർത്തിച്ച് ആ പെൺകുട്ടികൾ പാട്ടിൽ പാടുകയാണ് ചെയ്യുന്നത്. ആ വാക്ക് തന്നെ ഹൃദയത്തിനകത്തേക്ക് ഒഴുകി വരുന്നത് പോലെ തോന്നി. താൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ സുഹൃത്തായ അലീപ്പിയൂസിന്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അലീപ്പിയൂസിന്റെ ബെഡിനടുത്ത് ഇതാ ഒരു ചുരുൾ കിടക്കുന്നു. ആ ചുരുൾ താൻ നിവർത്തി നോക്കിയപ്പോൾ ഒന്നാമത് കാണുന്നത് റോമാലേഖനത്തിലെ വാക്യമാണ്: പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്ക, അടുത്തത് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്റെ ജീവിതത്തിൽ താൻ ചെയ്തു പോരുന്നതായ പാപത്തിന്റെ പ്രവൃത്തികളുടെ ലിസ്റ്റ് തിരുവെടുത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അത് തന്നോട് സംസാരിക്കുന്നത് പോലെ ഇടുത്തി പോലെ തന്റെ ഹൃദയത്തിലേക്ക് കയറി വന്നു. തന്നെ ചുരട്ടി അവിടെ വെച്ചിട്ട് പറഞ്ഞു: മതി, എന്നോട് ദൈവം സംസാരിച്ചു, ഇനി എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് താൻ കരയുവാൻ തുടങ്ങി. തന്റെ പാപങ്ങളെല്ലാം യേശുവിനോട് ഏറ്റുപറഞ്ഞു. ഒരു പുതിയ സൃഷ്ടിയായി തന്റെ ജീവിതം മാറി. കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു പുതിയ സൃഷ്ടിയായി അഗസ്റ്റീൻ മാറ്റപ്പെട്ടു. ഒരിക്കൽ അഗസ്റ്റീൻ അവന്റെ തെരുവിലൂടെ സത്യവേദ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഒരിക്കൽ തന്നോടുകൂടെ പാപം ചെയ്ത ഒരു വ്യക്തിയെ വഴിയിൽ വെച്ച് കണ്ടു. ആ വ്യക്തി അഗസ്റ്റിനെ കണ്ടിട്ട് ഓടി അഗസ്റ്റിന്റെ അടുക്കലെത്തി. അവനെ കൊണ്ട് ഉറക്കം വിളിച്ചു, അഗസ്റ്റീൻ എന്ന് ഉറക്കം വിളിച്ചു. അഗസ്റ്റീന് കാര്യം മനസ്സിലായി. അഗസ്റ്റീൻ അവരെ കണ്ടതായി ഭാവിച്ചില്ല, മാറി തിരിഞ്ഞു കളഞ്ഞു. വീണ്ടും അവർ ഉറക്കം വിളിച്ചു, അഗസ്റ്റീൻ എന്ന് ഉറക്കം വിളിച്ചു. അവർ കേട്ടതായി ഭാവിച്ചില്ല. വീണ്ടും അവർ അഗസ്റ്റീൻ ഓടി വിളിച്ചുകൊണ്ട് ഓടി അവന്റെ മുമ്പിൽ വന്ന് അവന്റെ വഴി തടഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം അഗസ്റ്റീൻ പറഞ്ഞു, സംഭവം അറിഞ്ഞില്ലേ? അവർ ചോദിച്ചു, അഗസ്റ്റീൻ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അഗസ്റ്റീൻ പറഞ്ഞ മറുപടി, സംഭവം അറിഞ്ഞില്ലേ? അപ്പോൾ അവർ ചോദിച്ച സഹോദരി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അഗസ്റ്റീൻ മരിച്ചുപോയി. അപ്പോൾ ഈ നിൽക്കുന്നതോ? അവർ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, നിന്നോടുകൂടെ പാപത്തിൽ ജീവിച്ച ആ പഴയ അഗസ്റ്റീൻ മരിച്ചു. ഇതാ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ അഗസ്റ്റ്യനാണ്. ഈ അഗസ്റ്റ്യന് നിന്നോട് ഒരു ബന്ധവുമില്ല, ദയവായിട്ട് നീ എന്നെ വിട്ടുപോകുക. അതായിരുന്നു അഗസ്റ്റ്യന്റെ മാനസാന്തരം. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപസംബന്ധമായി മരിച്ച് പഴയ ജീവിതത്തോട് വിടപറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് കാലങ്ങൾ പ്രശ്നമില്ല, ജാതി പ്രശ്നമില്ല, മതം പ്രശ്നമില്ല. ഏത് ദേശത്തുള്ളവനാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ മാനസാന്തരപ്പെട്ടേ മതിയാവത്തുള്ളൂ. ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ കാണപ്പെടത്തില്ല, ദൈവരാജ്യത്തിലും കാണുവാൻ സാധിക്കത്തില്ല. അരിമരക്ഷകനെ യേശു പറഞ്ഞു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ സാധിക്കത്തില്ല. രണ്ടാമത് ജലസ്നാനം, അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. അത് കൽപ്പനയെന്ന് മാത്രമല്ല, ആ കൽപ്പനയ്ക്ക് ഒരു അധികാരവുമുണ്ട്. ആ കൽപ്പന ദൈവം സഭയ്ക്ക് കൊടുക്കുമ്പോൾ അതിനു മുമ്പായിട്ടൊരു കാര്യം യേശു പറഞ്ഞു. യേശു ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എന്റെ പിതാവ് എനിക്ക് തന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവിൻ. സ്നാനത്തിന്റെ വിശുദ്ധ കൽപ്പന ദൈവത്തിന്റെ സഭയ്ക്ക് കർത്താവ് നൽകുമ്പോൾ അതിനു മുമ്പ് പിതാവായ ദൈവം തന്നെ ഫലമേൽപ്പിച്ച അധികാരം വിളംബരം ചെയ്തിട്ടാണ് പറയുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെടുവീൻ. നിങ്ങൾ പുറപ്പെട്ട് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവിൻ. ആകയാൽ ജലസ്നാനം ദൈവത്തിന്റെ കൽപ്പനയാ. കൽപ്പന ലംഘിച്ചാൽ ശിക്ഷയുണ്ട്. വ്യവസ്ഥ പ്രകാരം ജലസ്നാനം സ്വീകരിച്ചില്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിൽ കാണപ്പെടത്തില്ല. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും
സാധിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനത്തെക്കുറിച്ച് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ വിവിധ നിലവാരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. ചില പറയുന്നു ശിശുക്കളെ ആണ് സ്ഥാനപ്പെടുത്തേണ്ടത്, ചില പറയുന്നു അങ്ങനെയല്ല മുതിർന്നവരെ ആണ് സ്ഥാനപ്പെടുത്തേണ്ടത്. എന്നാൽ സത്യത്തിൽ ഞങ്ങൾ പറയുന്നു ശിശുക്കളെയും സ്ഥാനപ്പെടുത്തരുത്, മുതിർന്നവരെയും സ്ഥാനപ്പെടുത്തരുത്. അങ്ങനെയെങ്കിൽ ആരെയാണ് സ്ഥാനപ്പെടുത്തേണ്ടത്? സ്ഥാനപ്പെടുത്താൻ അവനൊരു യോഗ്യത ഉണ്ടായിരിക്കണം. അവൻ പാപസംബന്ധമായി മരിച്ചവനായിരിക്കണം. പാപസംബന്ധമായി മരിച്ചവനെ മാത്രമേ സ്നാനം കൊടുക്കാവൂ. അത് ശിശുവാണെങ്കിലും മുതിർന്നവനാണെങ്കിലും പാപസംബന്ധമായി മരിച്ചാൽ അവന് സ്നാനം കൊടുക്കുവാൻ സാധിക്കും. എന്ന് വെച്ചാൽ ചെയ്തുപോയ പാപത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ അവന്റെ ജീവിതം പ്രാപ്തമായി കഴിഞ്ഞാൽ അവന് സ്നാനം കൊടുക്കാം. എപ്രകാരം സ്നാനം കൊടുക്കണം? അരുമരക്ഷകൻ ലോകത്ത് ജീവിച്ചപ്പോൾ അവർ കാണിച്ചു തന്ന മാതൃക പ്രകാരം യോർദാൻ നദിയിൽ യോഹന്നാന്റെ അടുക്കിലേക്ക് വെള്ളത്തിൽ ഇറങ്ങിച്ചെന്ന് അവന്റെ കൈക്കീഴിൽ സ്നാനമേറ്റതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച അഭിഷിക്ത ശുശ്രൂഷകളുടെ കൈക്കീഴിൽ തൃത്വനാമത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ജലസ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ആ സ്നാനം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേരുന്നു, നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ദൈവത്തോട് നമുക്ക് ഒരു നല്ല മനസാക്ഷി പ്രാപിക്കുവാൻ കഴിയുകയാണ് ചെയ്യുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജലസ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് പെന്തക്കോസ്തയുടെ ഉപദേശമല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. അതനുസരിച്ചെങ്കിൽ മാത്രമേ ആ ഉദയ നക്ഷത്രത്തെ എതിരേൽക്കുവാൻ സാധിക്കത്തുള്ളൂ, കർത്താവിന്റെ വരവിൽ കാണുവാൻ സാധിക്കത്തുള്ളൂ. അടുത്തതായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അരുമരക്ഷകൻ ഈ ലോകത്തുനിന്ന് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കട്ടെ, നിങ്ങൾ നഗരം വിട്ട് മടങ്ങിപ്പോകാവൂ. ആകെ പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചിട്ട് പ്രാപിക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അവൻ അന്യഭാഷകളിൽ സംസാരിക്കും. ആദിമ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ യേശുവിന്റെ അമ്മ മറിയയും യേശുവിന്റെ സഹോദരന്മാർ യാക്കോബ്, യൂദ, യോസയും യേശുവിന്റെ ശിഷ്യന്മാരും ചേർന്നിരുന്ന് ഏതാണ്ട് 120 പേരടങ്ങുന്ന ഒരു സംഘം ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ അവിടേക്ക് ഇറങ്ങി വന്നു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ശമര്യയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ആകയാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അവൻ അന്യഭാഷകളിൽ സംസാരിക്കും. പരിശുദ്ധാത്മാവ് ദൈവിക തൃത്വത്തിൽ മൂന്നാമത്തെ വ്യക്തിത്വമാണ്. ആ ദൈവിക തൃത്വത്തിൽ മൂന്നാമത്തെ വ്യക്തിത്വമായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടെ വസിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ആലയമായി മാറ്റപ്പെടുന്ന പ്രക്രിയയാകുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അവൻ പിന്നെ ഒരു സാധാരണ വ്യക്തിയല്ല. അവൻ ദൈവത്തിന്റെ ആലയമാണ്, അവൻ ദൈവത്തിന്റെ സഭയാണ്, അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ആകയാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ജനം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ കേവലം ഒരു മനുഷ്യരല്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആകയാൽ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖിപ്പിക്കുന്നവർ ആയി തീരരുത്. ആകയാൽ പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനയാകുന്നു. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, ഞാൻ കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കണം. അത് പ്രാരംഭത്തിൽ അനുഷ്ഠിച്ച പോരാ, അവസാനത്തോളം. കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരെ തിരുവനന്തപുരത്തിൽ അനേക വിശുദ്ധ കൽപ്പനകളുണ്ട്. എല്ലാം പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ആകയാൽ വിശ്വാസത്തില് നമ്മൾ അവസാനത്തോളം വിശ്വാസത്തെ സൂക്ഷിക്കണം, ദൈവസ്നേഹത്തെ അവസാനത്തോളം സൂക്ഷിക്കണം, പ്രതിഷ്ഠയെ അവസാനത്തോളം സൂക്ഷിക്കണം, പ്രത്യാശയെ നമ്മൾ അവസാനത്തോളം സൂക്ഷിക്കണം. അവസാനത്തോളം നമ്മൾ സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ ആ ഉദയ നക്ഷത്രത്തെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് കടന്നു വരുന്നത്? യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിന്റെ ഉദ്ദേശം എന്താകുന്നു? ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിന്റെ അനേക ഉദ്ദേശങ്ങളെ കുറിച്ച് തിരുവെടുത്ത് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായലേഖനം 9-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് പറയുന്നത്, എബ്രായലേഖനം 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിച്ചു. ക്രിസ്തുവും
അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും ക്രിസ്തു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പ്രത്യക്ഷപ്പെടും എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു വരുന്നത് എന്തിനു വേണ്ടി? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ആകയാൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കാത്തു നിൽക്കുന്നവരായി തീരണം. അതാ വിശുദ്ധ പൗലോസ് തന്റെ അന്തിമ ലേഖനത്തിൽ തന്റെ വത്സര ശിഷ്യനായ തിമോഥെയോസിന് എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തതായി പറഞ്ഞത് അതെനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്നു ഏവർക്കും കൂടെ അത്രേ. ആകയാൽ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്നവരായിരിക്കണം. അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ രക്ഷയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ആത്മരക്ഷ, മറ്റൊന്ന് അന്ത്യരക്ഷ. ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആത്മരക്ഷയെ സ്വായത്തമാക്കുന്നു. ആത്മരക്ഷയെ സ്വായത്തമാക്കിയ ഒരു ദൈവവൈതൽ ദൈവകൽപ്പന പ്രമാണിച്ച് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ അവൻ ഉൽപ്രാപണം പ്രാപിക്കുമ്പോൾ അവന്റെ ഈ ശരീരത്തിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാനിടയായി തീരും. അങ്ങനെ ആ ശരീര വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വിശ്വാസത്തിന്റെ അന്ത്യമായ ആത്മരക്ഷ അഥവാ അന്ത്യരക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ യേശുക്രിസ്തു കടന്നു വന്നത് നമുക്ക് ആത്മരക്ഷയെ തരുവാൻ, ഇനി കർത്താവ് വരുന്നത് അന്ത്യരക്ഷയെ തരുവാൻ വേണ്ടി. എന്താണ് അന്ത്യരക്ഷ എന്ന് വെച്ചാൽ? ഈ ശരീരത്തിൽ നിന്ന് വീണ്ടെടുത്ത പുത്രത്വം തരുവാൻ വേണ്ടി. ദൈവപുത്രന്മാരാക്കി ക്രിസ്തുവിനോടുകൂടെ അവന്റെ അവകാശത്തിനും അവന്റെ മഹത്വത്തിനും നമ്മൾ യോഗ്യരാക്കി തീർക്കുവാൻ ഈ ശരീരത്തിൽ നമ്മെ വീണ്ടെടുക്കും. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മെ വീണ്ടെടുക്കുവാനാണ്. വീണ്ടെടുക്കപ്പെട്ട നിയമക്കളാണ് ഇവിടെ ഇരിക്കുന്നവരിൽ അനേകരും. ഇന്ന് കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ അതിക്രമത്തിൽ നിന്ന് വീണ്ടെടുത്തു, അവൻ അകൃത്യത്തിൽ നിന്ന് വീണ്ടെടുത്തു, അവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു, അവൻ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. അവൻ നമ്മെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിലാക്കി വച്ചിരിക്കുന്നു. ഇനി നമ്മുടെ കർത്താവ് അവന്റെ വരവിൽ ഈ ശരീരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനിടയായി തീരും. ആ വീണ്ടെടുപ്പാകുന്നു പുത്രത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു വീണ്ടെടുപ്പ് ആവശ്യമായി വരുന്നു? ശരീര വീണ്ടെടുപ്പിന്റെ ആവശ്യം എന്ത്? 1 കൊരിന്ത്യർ 15:50 നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ സാധിക്കത്തില്ല. ഈ മാംസരക്തവുമായിട്ട് ദൈവരാജ്യത്തിൽ പോയി ജീവിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത് 1 കൊരിന്ത്യർ 15:40 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമ ശരീരങ്ങളുമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇതിനേറ്റ ഒരു ശരീരം നമുക്ക് തന്നിരിക്കുന്നു. ഇനി സ്വർഗത്തിൽ ജീവിക്കുവാൻ അതിനേറ്റ ഒരു ശരീരം നമ്മുടെ കർത്താവ് നമുക്ക് തരും. ഇന്ന് നമുക്കറിയാമല്ലോ, ചന്ദ്രനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നൊരു ജീൻസും വലിച്ചിട്ട് ഒരു ടീഷർട്ടും എടുത്തിട്ടോണ്ട് ചന്ദ്രനിലോട്ട് കയറിപ്പോൻ സാധിക്കത്തില്ല. ചന്ദ്രനിൽ പോകണമെങ്കിൽ അതിനേറ്റ വസ്ത്രം ധരിച്ച് അതിനുള്ള തയ്യാറെടുപ്പിലൂടെ പോകുവാൻ സാധിക്കത്തുള്ളൂ. സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് പരിവേഷണത്തിന് വേണ്ടി കടന്നു പോകുന്നവർ അവരേതെങ്കിലും ബൂട്ടിട്ടോണ്ട് പോകാൻ സാധിക്കത്തില്ല. അതിന് പോകുന്നതിന് അതിനേറ്റ ഒരു വസ്ത്രധാരണ രീതിയുണ്ട്. അങ്ങനെ പോകുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ശരീരമാണ് ഇപ്പോൾ നമുക്കുള്ളത്. സ്വർഗത്തിൽ ജീവിക്കുവാൻ ഒരു സ്വർഗീയ ശരീരം നമ്മൾ പ്രാപിക്കണം. അതിന് ഈ ശരീരം കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ രൂപാന്തരപ്പെടുവാൻ ഇടയായിത്തീരും. ആ രൂപാന്തര പ്രക്രിയയ്ക്കാകുന്നു ശരീര വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് രൂപാന്തരം സംഭവിക്കുമ്പോൾ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ളതായി മാറ്റപ്പെടും. ഈ അപമാന ശരീരം ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരമായി മാറ്റപ്പെടും. ഈ ബലഹീന ശരീരം ഒരു ശക്തിമത്തായ ശരീരമായി മാറ്റപ്പെടും. ഈ പ്രാകൃത ശരീരം ഒരു ആത്മീക ശരീരമായി മാറ്റപ്പെടും. ഈ മർത്യ ശരീരം ഒരു അമർത്യ ശരീരമായി മാറ്റപ്പെടും. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആകയാൽ കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുന്നത് അവന്റെ പരിശുദ്ധ രക്തത്താൽ
രക്തത്താൽ വീണ്ടെടുത്ത് ആത്മരക്ഷ നൽകിയ ദൈവത്തിന്റെ ജനത്തിന് ശരീര വീണ്ടെടുപ്പിലൂടെ പുത്രത്വം കൊടുത്ത് പിതാവായ ദൈവത്തിന്റെ അരിക്കല് പുത്രനുണ്ടായിരിക്കുന്ന സകല മഹത്വത്തിന് സകല തേജസ്സിനും നമ്മളെ പങ്കാളിയാക്കി തീർക്കുവാൻ നമ്മുടെ ശരീര വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തു കടന്നു വരുന്നു. ആകയാൽ ഈ ശരീരത്തിൽ, ബലഹീന ശരീരത്തിൽ, ഈ പ്രാകൃത ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ. ആസന്ന ഭാവിയിൽ നമ്മൾ ഒരു ബലമുള്ള ശരീരത്തിലേക്ക്, ഒരു ശക്തിമത്തായ ശരീരമായി ഇത് രൂപാന്തരപ്പെടുവാൻ പോകുന്നു. ഇത് തേജസ്സേറിയ ഒരു ശരീരമായി ഇത് രൂപാന്തരപ്പെടുവാൻ പോകുന്നു. ഇതൊരു അമർത്തിയ ശരീരമായി രൂപാന്തരപ്പെടുവാൻ പോകുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. ആ രൂപാന്തരത്തിന്റെ പ്രക്രിയ നടത്തുവാനാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുന്നത്. യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മറ്റൊരർത്ഥമുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. യേശു ലോകത്തിൽ വരുന്നതിന്റെ മറ്റൊരു ഉദ്ദേശം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്ന് വെച്ചാൽ നല്ല പ്രവൃത്തി ചെയ്തവർക്കും തിന്മ പ്രവൃത്തി ചെയ്തവർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ട്. അത് യെശയ്യാവ് 40:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. നമ്മുടെ കർത്താവ് കൂലിയും പ്രതിഫലവുമായി കടന്നു വരാൻ പോകുക ചെയ്യുന്നത്. വിശ്വാസത്തിന് വേണ്ടി കർത്താവിന്റെ നാമനിമിത്തം കഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ളവരുണ്ട്, അപമാനങ്ങൾ ഏറ്റിട്ടുള്ളവരുണ്ട്, ഉപദ്രവങ്ങൾ ഏറ്റിട്ടുള്ളവരുണ്ട്. ഈ സഹിച്ച അപമാനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഉപദ്രവങ്ങൾക്കും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചിലവിട്ടതിനും ചിലവായതിനും നിന്റെ സമയവും ആരോഗ്യവും ഒക്കെ ചിലവടിച്ചതിനും ഒക്കെ തമ്പുരാൻ പ്രതിഫലം തരുമെന്ന് മറന്നു പോകരുത്. ഇതൊക്കെ വെറുതെയല്ല, ഇതൊക്കെ തമ്പുരാൻ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാര് എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചെന്നറിയാമോ? അവർ പരിഹാസങ്ങൾ സഹിച്ചു, ചമ്മട്ടി കൊണ്ട് അടിയേറ്റു, കല്ലേറേറ്റു, ഈർച്ചവാളുകളാൽ അവരെ അറുക്കപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോലുകൾ അവരെ ധരിപ്പിച്ചു, ക്രൂരമായ പീഡനങ്ങളുടെ മധ്യേ അവരെല്ലാം സഹിച്ചു നിന്നു. സമ്പത്തുകളുടെ അപകാരം അവർക്കുണ്ടായി, അതൊക്കെയും സന്തോഷത്തോടെ സഹിച്ചു. എന്താണെന്നതിന്റെ കാരണമെന്നറിയാമോ? അവർക്കറിയാം സ്വർഗത്തിൽ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്, ഒരു നല്ല ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, വിശ്വാസ സ്നാനം സ്വീകരിച്ചതിന്റെ പേരിൽ, ദൈവകൽപ്പന അനുസരിച്ചതിന്റെ പേരിൽ, വിശ്വാസ മാർഗത്തിലേക്ക് വന്നതിന്റെ പേരിൽ കുടുംബങ്ങളിൽ നിന്ന് പരിത്യജിക്കപ്പെട്ടവരുണ്ട്, വീട്ടിൽ നിറക്കി ഇടപ്പെട്ടവരുണ്ട്, തെരുവോരങ്ങളിൽ കിടന്നവരുണ്ട്, അനാഥാലയങ്ങളിൽ അഭയം പ്രാപിച്ചവരുണ്ട്, ശരണമറ്റവരായി ലോകത്തിൽ ജീവിച്ചവരുണ്ട്, കണ്ണുനീരിൽ ജീവിതയാനം ചെയ്തവരുണ്ട്. അവർക്കൊക്കെ തമ്പുരാൻ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. പെന്തക്കോസ്തിന്റെ പ്രാരംഭ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാർ സഹിച്ച കഷ്ടപ്പാടുകൾ, പട്ടിണി, നമ്മുടെ പുറകിലിരിക്കുന്ന അപ്പച്ചന്മാരോട് ചോദിച്ചാൽ അവരൊക്കെ സഹിച്ച പട്ടിണിയുടെ കഥ പറഞ്ഞു തന്നാൽ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. അതൊക്കെ സഹിച്ചു നിന്നത് എന്തിനാണെന്നറിയാമോ? ഒരു പ്രതിഫലം പ്രാപിക്കുമെന്നറിയാം. ചില വർഷങ്ങൾക്ക് അപ്പുറത്ത് ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ മധ്യതിരുവിതാംകൂർ നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ട് ഞാൻ കരഞ്ഞുപോയി. എന്ന് വെച്ചാൽ കേരളത്തിലെ പുരാതനമായ ക്രിസ്തീയ കുടുംബത്തിലെ പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുകയാണ് ചെയ്യുന്നത്. വിവാഹത്തിന് വേണ്ടി ഒരു ക്രിസ്ത്യാനി ഒരു ദൈവബോധ പെന്തക്കോസ്തുകാരനെയും വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. ക്ഷണം സ്വീകരിച്ച് വിവാഹത്തിന് വേണ്ടി താനും കടന്നുപോയി. വിവാഹ ശുശ്രൂഷയൊക്കെ കടഞ്ഞ് വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൽക്കാരപ്പന്തലിൽ കടന്ന് എല്ലാവരുടെയും കൂടെ സൽക്കാരപ്പന്തലിൽ ചെന്നിരുന്നു. എല്ലാവർക്കും ഇലയിട്ടപ്പോഴ് അവിടെ കൂടിയിരുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു: ഈ പെന്തക്കോസ്തുകാരനെ നമുക്കൊന്ന് കളിയാക്കണം, അവനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. അതുകൊണ്ട് അവരെല്ലാം കൂടെ സംഘടിതമായി ചേർന്ന് ഒരു തീരുമാനമെടുത്തിട്ട് ഈ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇലയിട്ടു. അവർ ഒന്നും മിണ്ടിയില്ല. ചോറ് വിളമ്പി, ഒന്നും മിണ്ടിയില്ല. കറിയെല്ലാം വിളമ്പി, ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആ പുരാതന ക്രിസ്തീയരെന്ന് അവകാശപ്പെടുന്നവർ ഒരേപോലെ എഴുന്നേറ്റ് നിന്നിട്ട് വീട്ടുടയവനോട് പറഞ്ഞു: ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. കാരണമെന്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു: ഇത് ഒരു പെന്തക്കോസ്തുകാരൻ ഞങ്ങളുടെ ഇടയിൽ, ഒരു പെന്തക്കോസ്തുകാരനെ നടുക്കിരുത്തി ഞങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിക്കത്തില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ പെന്തക്കോസ്തുകാരനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ആ മനുഷ്യന്റെ ദൈവബോധന്റെ മാനസികാവസ്ഥ വീട്ടുകാരൻ അവരോട് ആവുന്നതൊക്കെ പറഞ്ഞു. ഒരു വിധത്തിൽ അവരനുസരിക്കത്തില്ല. ഒടുവിൽ വിളിച്ചു വരുത്തിയതായ അതിഥിയാകുന്ന ആ പെന്തക്കോസ്തുകാരൻ അടുക്കൽ ചെന്ന് പറഞ്ഞു: സഹോദര, ദയവായിട്ട് എന്റെ മാനം രക്ഷിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇവരെല്ലാവരും ഇവിടെ
തകർന്നു പോകും. എന്റെ കുഞ്ഞിന്റെ വിവാഹം അലങ്കോലമായി തീരും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇറങ്ങിപ്പോകണം. ചോറിലേക്ക് ഇളക്കിയ കയ്യെ കുടഞ്ഞു വെച്ചിട്ട് മുന്നിൽ കൈകോർത്തിക്കൊണ്ട് നിറകണ്ണുകളോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കല്യാണ പന്തൽ വിട്ട് ആ ഭക്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദൈവം പ്രതിഫലം കൊടുക്കാതിരിക്കുമോ? അവൻ കരുതി വെച്ചിട്ടുണ്ട്. അവൻ കൂലിയും പ്രതിഫലവുമായി തന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുവാൻ കടന്നു വരും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കർത്താവിന് വേണ്ടി മുഖത്തം കൊടുത്തുകൊണ്ട് കരങ്ങളോർത്ത് സത്യോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുന്നത് തന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ഇനി കർത്താവ് മടങ്ങി വരുന്നതിൽ മറ്റൊരു കാര്യവും കൂടെ സംഭവിക്കും. അനേക ഭക്തന്മാരുടെ ദൈവമക്കളുടെ ആശ്വാസം പൂർണ്ണമായി തീരുന്ന ദിവസമായിരിക്കും യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരഹവേദന, ലോകത്തിലുള്ള മാനുഷിക വേദനകളിൽ ഏറ്റവും വലിയ വേദന വേർപാടിന്റെ വേദനയാകുന്നുവെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. വിരഹവേദനയാകുന്നു ഏറ്റവും വലിയ വേദന, മാനസിക വേദന. അതുകൊണ്ട് വേർപാട് മനുഷ്യനെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. വിശ്വാസമാർഗത്തിൽ നിന്ന് എത്രയോ ഭക്തന്മാർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയി. എത്രയോ കുടുംബത്തിൽ എത്രയോ സഹോദരിമാർക്ക് വിശ്വാസത്തിന്റെ പേരിൽ അവിടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർ മരിച്ച് അവിടെ അവകാശത്തെ ചേർന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ സങ്കടങ്ങൾ, കുഞ്ഞുങ്ങൾ അവിടെ പിതാവിന്റെ വേർപാട്, മക്കളുടെ വേർപാട് പിതാക്കന്മാർ, ഭാര്യമാരുടെ വേർപാട് ഭർത്താക്കന്മാർ, ഭർത്താക്കന്മാരുടെ വേർപാട് ഭാര്യമാർ, മാതാപിതാക്കളുടെ വേർപാട് കുഞ്ഞുങ്ങൾ, ഇതൊക്കെ അവർ സഹിച്ചതിനൊരു രഹസ്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനമാണ് അവരെ ധൈര്യപ്പെടുത്തിയത്. അവർക്ക് പ്രത്യാശ പകർന്നത് ദൈവത്തിന്റെ വചനമാണ്. വിശുദ്ധന്മാരുടെ ആലോചനയായിരുന്നു. അവർ ദൈവത്തിന്റെ വചനം കേട്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി എന്ന് വചനമെടുത്ത് വായിച്ചിട്ട് അവർ പ്രത്യാശയെ പുതുക്കി ആ വേർപാടിന്റെ ദുഃഖം അവർ അടക്കി. അവിടെ പ്രിയപ്പെട്ടവർ വേർപെട്ടു പോയപ്പോൾ അവർക്ക് കാണാമെന്നുള്ളൊരു പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ദാവീദിന്റെ മകൻ മരിച്ചുപോയ സംഭവത്തെക്കുറിച്ച്. അവൻ മരിച്ചുവെന്നറിഞ്ഞപ്പോൾ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ഇനി എനിക്ക് അവനെ അവിടെ പോയി കാണുവാനേ സാധിക്കത്തുള്ളൂ. അവൻ ഒരിക്കലും എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. അനേക ഭക്തന്മാരെ പിതാക്കന്മാർ, അനേക അമ്മച്ചിമാർ, അനേക സഹോദരന്മാർ, അനേക കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മരിച്ചപ്പോൾ അവർ പ്രത്യാശയോടെ മൃതശരീരം ശവക്കുഴിയിൽ അടക്കം ചെയ്ത് അത് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിന്റെ വചനം വായിച്ചടക്കിയപ്പോൾ അവിടെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രത്യാശ എന്നറിയാമോ? 1 Thessalonians 4:13 താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് മരിച്ചു പോകുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. ആ ഒരു അറിവ് അവർക്കുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ അറിവെന്നറിയാമോ? ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം വരുത്തുവാനിടയായി തീരും. ആകയാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ജീവന് തുല്യമായി സ്നേഹിച്ച പ്രിയരെ നമ്മൾ സന്ധിക്കുന്ന ദിവസമായിരിക്കും. നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ച നമ്മുടെ വിശുദ്ധന്മാരായ പിതാക്കന്മാരെ അന്ന് കാണുന്ന ദിവസമായിരിക്കും. അനേക സഹോദരി സഹോദരന്മാർക്ക് അവിടെ കുടുംബത്തിൽ പ്രത്യാശയോടെ അവകാശത്തിൽ പ്രവേശിച്ച ഭക്തന്മാരെ സംഗമിക്കുന്ന ദിവസമായിരിക്കും. ജീവന് തുല്യമായി സ്നേഹിച്ച അനേക ഭക്തന്മാരുടെ സംഗമ ദിവസമായിരിക്കും യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ഉദ്ദേശം പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. സമയ ദൗർലഭ്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മരണസ്വത്ത് അവൻ പ്രതിഫലം മറ്റൊരു കൂട്ടർക്കും കരുതി വെച്ചിട്ടുണ്ട്. അത് ആർക്കാണെന്നറിയാമോ? 2 Thessalonians 1:6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷതയിൽ ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും അവർ പ്രതികാരം കൊടുക്കുവാൻ ഇടയായിത്തീരും. അന്ന് ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രതികാരം കൈപ്പറ്റുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കും. ദൈവത്തിന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട അവർ ശിക്ഷാവിധിക്ക് വിധേയരായിത്തീരുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കും ഈ ലോകത്തിൽ. അവരാരെന്നറിയാമോ? ഒന്ന് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ, ദൈവത്തെ അറിയാതിരിക്കുന്നവർ. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന
ഒരൊറ്റ വ്യക്തിക്ക് പോലും ദൈവത്തെ അറിയത്തില്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. ലോകത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ വ്യക്തിക്കും ദൈവത്തെ അറിയത്തില്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ നിത്യശക്തിയും ദൈവത്വമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ തന്നെ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വരുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ, ഈ ആകാശവിധാനത്തെ നോക്കിയാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കരത്തെ ഗ്രഹിക്കുവാൻ സാധിക്കും. സർവശക്തനായ ഒരു ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. ആ യാഥാർത്ഥ്യം തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തെ അറിയാതെ അക്ഷയനായ ദൈവത്തിന്റെ പ്രതിമയെ, തേജസ്സിനെ, ക്ഷയമുള്ള മനുഷ്യൻ നാൽക്കാലി ഇഴജാതി പക്ഷി മൃഗാദികളോട് ചേർത്ത് അതിനെ ആരാധിച്ച് അതിനെ സേവിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അന്ന് പ്രതികാരം കൊടുക്കും. സുവിശേഷം അനുസരിക്കാത്തവർക്ക് അന്ന് പ്രതികാരം കൊടുക്കും. ഈ കോന്നി ദേശത്ത് ഞങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ട് പണം ചിലവഴിച്ച് അധ്വാനിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നതിന് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. ഈ കോന്നി ദേശത്തെ ഒരു വ്യക്തി പോലും ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് പറയരുത് ഞങ്ങൾ സുവിശേഷം കേട്ടിട്ടില്ല എന്ന്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തമ്പുരാന്റെ മുമ്പിൽ പറയുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചസ്ഥൈര്യം ഘോഷിക്കുന്നത്. സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷാപതിയുണ്ട്, തമ്പുരാൻ പ്രതികാരം തരും. അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ തമ്പുരാൻ പ്രതികാരം ചെയ്യും. ജലസ്നാനം സ്വീകരിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. വ്യവസ്ഥ പ്രകാരം ജലസ്നാനം സ്വീകരിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടും. അടുത്തതായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ സുവിശേഷം ഏറ്റെടുത്തില്ലെങ്കിൽ തമ്പുരാന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ആകയാൽ ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അറിയാത്തവർക്ക് നിശ്ചയമായിട്ടും അന്ന് ശിക്ഷ കിട്ടും. കർത്താവിന്റെ വരവിൽ സംഭവിക്കുമ്പോൾ തന്നെ ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും സ്വാഭാവികമായിട്ട് അവർ തന്നെ ശിക്ഷ കൊടുക്കും. കാരണം കർത്താവ് വന്നുവെന്നുള്ള വിവരം വിത്തിൻ സെക്കൻഡിൽ, ഒരു സെക്കൻഡിന്റെ 100 സമയം കൊണ്ട് ലോകത്തെല്ലാം അറിയും. ഇന്ന് ആധുനിക ലോക വാർത്താമാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു സെക്കൻഡിനകത്ത് ലോകം മുഴുവനും അറിയും. യേശു വന്നു, വിശുദ്ധന്മാർ കടന്നുപോയി എന്നുള്ളത്. അന്ന് ലോകത്ത് നമ്മളെ നിന്ദിച്ചിരുന്നവര് അവരെ നിന്ദിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മൾ പീഡിപ്പിക്കപ്പെട്ട നമ്മൾ അന്ന് കർത്താവിനോടുകൂടി ഇരിക്കുമ്പോൾ അന്ന് പീഡ അനുഭവിച്ചവർക്ക്, അന്ന് പീഡിപ്പിച്ചവർക്ക് ഹൃദയത്തിൽ സംഭ്രമവും നിരാശയും പരിഭ്രമവും പിടിപെടുവാൻ ഇടയായിത്തീരും. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ശിക്ഷാവധിയുണ്ട്. അവൻ കൂലിയും പ്രതിഫലവുമായി വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം അവന്റെ പക്കൽ ഉണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ ആ ഉദയനക്ഷത്രത്തിന്റെ ശാപയിൽ അവനെ എതിരേൽക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവമക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. മാനസാന്തരപ്പെട്ടതുകൊണ്ടോ ജലസ്നാനം സ്വീകരിച്ചതുകൊണ്ടോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ടോ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അരിമരക്ഷകന്റെ ഒലിവുമല പ്രസംഗത്തിൽ വെച്ച യേശു തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയായിക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. ഉറങ്ങിയിരിക്കുന്നവർക്ക്, ആത്മീക ജീവിതത്തിൽ ഉറങ്ങുന്നവർക്ക്, ഉറക്കം നടിക്കുന്നവർക്ക്, വിളക്ക് കെടുത്തി ആത്മാവിൽ നിറയാതിരിക്കുന്നവർക്ക് അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധിക്കത്തില്ല. ആത്മീക ജീവിതത്തിന്റെ ഉണർവ് സൂക്ഷിക്കണം. ലൂക്കോസ് 12:40 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരുക്കം ആവശ്യമാണ്. ഒരുക്കം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് രണ്ടായി തിരിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ വരവിൽ ഒരു ദൈവത്തിന്റെ പൈതൽ ഒരുക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് 2 വിധത്തിൽ ഒരുക്കപ്പെടണം. ഒന്ന്, അവൻ തന്നെത്താൻ ഒരുക്കേണ്ടിയിരിക്കുന്നു. 2, അവൻ മറ്റൊരാളാൽ ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ തന്നെത്താൻ ഒരുക്കുന്നതിനെ കുറിച്ച് അനേക വിഷയങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെത്താൻ നിർമ്മലീകരിക്കണം. സ്വന്തം കുറവുകളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമയും വിടുതലും പ്രാപിക്കണം. വെളിപ്പാട് പുസ്തകം 22:11 വരുമ്പോൾ അവിടെയും നമ്മൾ വായിക്കുന്നു, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതി ചെയ്യുന്നവൻ അധികം നീതി ചെയ്യട്ടെ. 1 പത്രോസ് 3:13 വരുമ്പോൾ അവിടെ വിശുദ്ധ പത്രോസ് പറയുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവാൻ. 1 യോഹന്നാൻ 2:28 നമ്മൾ വായിക്കുന്നു,
പറയുന്നു, ഇനി കുഞ്ഞുങ്ങള് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനിൽ വസിക്കുന്നവരായിരിക്കും. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കേണ്ട ഒരുക്കങ്ങളാ. നമ്മളൊന്ന് ദൈവത്തിൽ വസിക്കുന്നവരായിരിക്കണം, അവന്റെ കൃപയിൽ പ്രത്യാശ വെക്കുന്നവരായിരിക്കണം, സ്വയം വിശുദ്ധീകരിക്കുന്നവരായിരിക്കണം, അധികം നീതി ചെയ്യുന്നവരായിരിക്കണം, തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. അവർ സ്വയം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. സ്വയം ഒരുങ്ങിയാൽ മാത്രം പോരാ, അവർ ഒരുക്കപ്പെടുവാനും ഇടയായിത്തീരണം. അവരാരാൽ ഒരുക്കപ്പെടണം, ആരാണ് അവരെ ഒരുക്കേണ്ടത്? ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ തിരുസഭയെ ഒരുക്കുവാൻ വേണ്ടി ദൈവം പുതിയ നിയമസഭയ്ക്ക് മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ അഭിഷിക്തരായ ശുശ്രൂഷകരെ കൊടുത്തിട്ടുണ്ട്. ഈ ശുശ്രൂഷകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കി നിർത്തുക എന്നുള്ളതാകുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ ഉത്തരവാദിത്വം എടുത്ത് അവിടെ പറയുന്നുണ്ട്. അവൻ പറയുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഞങ്ങൾ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നത്? ലോകത്തിൽ എന്തെങ്കിലുമായി തീരുവാനല്ല, ലോകത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനല്ല, ലോകത്ത് ബഹുനില കെട്ടിടങ്ങൾ പണിയുവാനോ അതിൽ പാർക്കുവാനോ അല്ല, മറിച്ച് ലോകത്തിൽ എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുവാനോ അല്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ഞങ്ങളെ പിൻഗമിക്കുന്ന ജനത്തെ തികഞ്ഞവരാക്കി, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി അവന്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുക. അതാകുന്നു അതിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ദൈവം പുതിയ നിയമസഭയ്ക്ക് അഭിഷിക്തരായ അപ്പോസ്തലന്മാരെ നിയമിച്ചിട്ടുണ്ട്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ എഫെസ്യ ലേഖനം 3-ാം അധ്യായം 11 മുതൽ 11-12 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം സഭയില് 5 വിധമായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട്. അവരിൽ ഒന്നാമത്തേത് അപ്പോസ്തലനാകുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് എടുത്തെഴുതുമ്പോൾ പറയുന്നു, ഒന്നാമത് അപ്പോസ്തലന്മാർ. എഫേസ്യ ലേഖനത്തിൽ ദൈവസഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ പറയുന്നു, ക്രിസ്തുയേശു തന്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നവർ ആയിരിക്കണം. അതാണ് ദൈവത്തിന്റെ സഭയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ട പ്രിയമക്കളെ, ദൈവത്തിന്റെ ജനത്തെ പൂർണ്ണതയിലേക്ക് നയിക്കണം. ആ ഉത്തരവാദിത്വം ഈ വിശുദ്ധന്മാരുടെ പക്കൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 11-12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്ന 5 വിധ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ പക്കൽ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ 5 ഉദ്യോഗസ്ഥന്മാരെ സഭയിൽ നിയമിച്ചിരിക്കുന്നത് അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയെ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് വേണ്ടിയാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനം പ്രാപിക്കേണ്ട വിശ്വാസത്തിന്റെ ഒരു തികവുണ്ട്, ദൈവിക പരിജ്ഞാനത്തിന്റെ ഒരു തികവുണ്ട്, ഒരു തികഞ്ഞ പുരുഷത്വമുണ്ട്, ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയെ പ്രായത്തിന്റെ അളവുണ്ട്. അവരാകുന്നു ജയം പ്രാപിച്ച ആൺകുട്ടി, അവരാകുന്നു നിർമ്മല കന്യക, അവരാകുന്നു കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത്, അവരാകുന്നു ക്രിസ്തുവിൽ തികഞ്ഞവരായി തീർന്നത്. അവർക്ക് മാത്രമേ ഉദയനക്ഷത്രത്തെ എതിരേൽക്കുവാൻ സാധിക്കത്തുള്ളൂ. ആ നിലവാരത്തിൽ ജനത്തെ ഒരുക്കിയെടുക്കുവാൻ ഞങ്ങൾ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുന്നു. ഈ ലോകത്തിൽ അനേക ശുശ്രൂഷകരുണ്ട്, ശുശ്രൂഷയുണ്ട്, ക്രിസ്തീയ സമൂഹങ്ങളുമുണ്ട്. എന്താണ് ഈ മൽക്കീസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷകരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സമയം പോയതുകൊണ്ട് ഒരു 2-3 വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ ഓടിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ ശുശ്രൂഷകർക്ക് അടിസ്ഥാനപരമായി 3 യോഗ്യത ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. ഒന്നാമത്, അവർ സകലതും വിട്ടവർ ആയിരിക്കണം. അവർ സകലതും വിട്ടവർ എന്ന് പറയുമ്പോൾ അവർ ജഡബന്ധങ്ങളെ ഒന്നാമത് വിട്ടവരായിരിക്കണം. യേശു തമ്പുരാൻ ഇപ്രകാരം പറയുകയുണ്ടായി, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിക്ഷനായിരിക്കാൻ കഴിയത്തില്ല. തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിക്ഷനായിരിക്കാൻ കഴിയത്തില്ല എന്ന് വെച്ച ജഡബന്ധങ്ങൾ വിട്ടവരായിരിക്കണം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമത്തെക്കുറിച്ച് അവിടെ കാണുന്നു. അതിന്റെ പ്രാരംഭത്തിലുള്ള 3 വാക്യഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന് മാതാവില്ല, അവന് പിതാവില്ല, അവന് വംശാവലിയില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മാതാവില്ലാതെ, പിതാവില്ലാതെ, വംശാവലിയില്ലാതെ സകലത്തെയും വിട്ടവരായി ജഡബന്ധമില്ലാത്തവരായി ജീവിക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആ പ്രതിഷ്ഠയിൽ ജീവിച്ചു. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ഇന്നു മുതൽ ആരെ
ആരെയും ജഡപ്രകാരം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിനെ ഞാൻ ജഡപ്രകാരം അറിഞ്ഞു, ഇനിമേലാൽ ഞാൻ അങ്ങനെ അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിനെ ജഡപ്രകാരം പൗലോസ് അറിഞ്ഞുവെന്ന് വെച്ചാൽ യേശുവും പൗലോസും തമ്മിൽ ജഡസംബന്ധമായ ബന്ധമുണ്ട്. പൗലോസ് എന്ന് പറയുന്നത് ബെന്യാമീന്റെ കൊച്ചുമോനാണെങ്കിൽ യേശു യഹൂദിയുടെ കൊച്ചുമോന. അതുകൊണ്ട് യേശുവും പൗലോസും തമ്മിൽ ചേട്ടന്റെ അനിയന്റെ കൊച്ചുമക്കളാ. എവർക്ക് വേണമെങ്കിൽ ചേട്ടനും അനിയനാണെന്നും പറഞ്ഞ് നടക്കാം. പക്ഷേ പൗലോസ് പറയുന്നു, ഇന്നുവരെ ഞാനത് അറിഞ്ഞു, പക്ഷേ ഈ ശുശ്രൂഷയുടെ മാഹാത്മ്യ നിമിത്തം ഞാൻ അങ്ങനെ ജഡസംബന്ധമായി ഒരു ബന്ധത്തിൽ അവനെ അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. ആകയാൽ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ജഡസംബന്ധമായ ബന്ധങ്ങളെ വിട്ടവരായിരിക്കണം. അത് മാത്രമല്ല, ഒരിക്കൽ വിശുദ്ധ പത്രോസ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ടല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നു. കർത്താവിന്റെ നാമനിമിത്തം, കർത്താവിന്റെ ശുശ്രൂഷ നിമിത്തം സകലവും വിട്ടവരായിരിക്കണം. എന്റെ പിന്നാലെ വാ, ഞാൻ എന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ അവൻ പടക് വിട്ടു, അവൻ വല വിട്ടു, അവന്റെ കുടുംബ ബന്ധങ്ങളെ വിട്ടു, അരിമനാഥനെ പിൻഗമിക്കുവാനിടയായി തീർന്നു. എല്ലാം വിട്ടവൻ ചോദിക്കുന്നു, ഞങ്ങൾ സകലതും വിട്ടല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇതാണ് മൽക്കീസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയുടെ ഒന്നാമത്തെ യോഗ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശുശ്രൂഷകർക്ക് ഉണ്ടായിരിക്കേണ്ടതായ മറ്റ് യോഗ്യതകളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് അവർ ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാർ ആക്കിയവർ ആയിരിക്കണം എന്ന് കാണുന്നു. അവർ ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാർ ആക്കിയവർ ആയിരിക്കണം. അത് ഒരു മർമ്മമാണെന്നാണ് അരിമരക്ഷകനായ യേശു പറഞ്ഞത്. യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നു, വരം ലഭിച്ചവർ അല്ലാതെ ആരും ഇത് ഗ്രഹിക്കുന്നില്ല. ആരാണ് വരം ലഭിച്ചവർ? യേശു പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആകയാൽ വിശുദ്ധ അപ്പോസ്തലന്മാർക്കാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, വരം ലഭിച്ചവർ അല്ലാതെ ആരും ഇത് തിരിച്ചറിയുന്നില്ല. എന്താണ് തിരിച്ചറിയാത്തത്? ഒന്ന്, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഷണ്ഡന്മാരായി ജനിച്ചവർ ഉണ്ട്. മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാർ ഉണ്ട്. ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരും ഉണ്ട്. ഇത് പറഞ്ഞിട്ട് കർത്താവ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ഇത് ഗ്രഹിക്കാൻ കഴിവില്ലാത്ത അനേകർ ഇന്ന് ക്രിസ്തീയ ഗോളത്തിലുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ അങ്ങനെ പറഞ്ഞു വച്ചത് ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയിരിക്കണം. അതാ മൽക്കീസദേക്കിന്റെ ക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്നാമത്തെ ക്രമത്തില് അവന് വംശാവലിയില്ല. വംശാവലി ഇല്ലെന്ന് വെച്ചാൽ പിൻതലമുറ ഇല്ല. ദൈവസഭയുടെ ഒന്നാമത്തെ അപ്പോസ്തലനും ഒന്നാമത്തെ മഹാപുരോഹിതനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാകുന്നു. ഹെബ്രായലേഖനം 3:1 അത് വായിക്കുന്നു. യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമത്തിലാണ് ആ ശുശ്രൂഷ ചെയ്തത്. ആകയാൽ അവന് വംശാവലിയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിന്റെ വംശാവലി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിന്റെ പുത്രനായ എന്ന് പറയാൻ വംശാവലി ഇല്ല. വംശാവലി അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് മൽക്കീസദേക്കിന്റെ ക്രമം. ദൈവരാജ്യ നിമിത്തം ഷണ്ഡന്മാരായി തീരണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ ക്രമത്തിൽ ശുശ്രൂഷ ചെയ്തിട്ട് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരോടും ഭർത്താക്കന്മാർ മരിച്ച വിധവമാരായ സഹോദരിമാരോടും അവൻ അനുഭവത്തോട് പറയുന്നൊരു പ്രബോധനമുണ്ട്. അവൻ ഇപ്രകാരം പറയുന്നു, വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് നന്ന് എന്ന് വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുമ്പോൾ അവൻ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ ദൈവരാജ്യ നിമിത്തം അവനെ തന്നെ ഷണ്ഡനാക്കി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് ദൈവത്തിന്റെ സഭയെ തികവിലേക്ക് നയിക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അടുത്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ ലോകത്ത് ജീവിക്കുമ്പോൾ വിശ്വാസ ജീവിതം ചെയ്യുന്നതായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസ ജീവിതം ചെയ്യണം. തിരുവെടുത്ത് പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എന്റെ വിളി അവന് പ്രസാദമുണ്ടായിരിക്കത്തില്ല. ആകയാൽ നീതിമാൻ ഈ ലോകത്തിൽ വിശ്വാസ ജീവിതം ചെയ്യുന്നവരായിരിക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അവന്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു സമ്പന്നന്റെ മകനായിരുന്നല്ലോ വിശുദ്ധ പൗലോസ്. എന്നാൽ ദൈവരാജ്യ നിമിത്തം അതൊക്കെയും വിട്ടുവന്നിട്ട് കർത്താവിന്റെ നാമനിമിത്തം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഫിലിപ്പി ലേഖനം
തെസ്സലോനിക്ക ലേഖനവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അവിടെ ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നു, തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ 1-2 വട്ടം നിങ്ങൾ അയച്ചു തന്നല്ലോ. നിങ്ങൾ എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ അയച്ചതായ ആ സംഭാവന ഞാൻ ഏറ്റെടുത്ത് എന്റെ കൈയാൽ പ്രതിഗ്രഹിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി അത് അർപ്പിച്ചിരിക്കുന്നു. എന്നതിന്റെ ആവശ്യം വിശുദ്ധ പൗലോസിനുണ്ടോ? അപ്പനൊരു കപ്പൽ പ്രമാണിയല്ലേ? യഹൂദന്മാരുടെ സംഘത്തിന്റെ അംഗമല്ലേ? റോമാ പൗരത്വം സ്വന്തമായിട്ടുള്ളവനല്ലേ? പിന്നെ എന്തിന് ബുദ്ധിമുട്ടിനവൻ ജലത്തിൽ നിന്ന് പ്രാപിച്ചതിനെ കുറിച്ച് പറയുന്നു. അവൻ ലോകത്തിലുള്ളതെല്ലാം വിട്ട് വിശ്വാസ ജീവിതം ചെയ്തവരായിരുന്നു. കർത്താവിന്റെ ശുശ്രൂഷകരായി ഞങ്ങളും ഈ മൽക്കീസേദെക്കിന്റെ ക്രമത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ, ദൈവത്തിന്റെ വിളി ഞങ്ങൾക്ക് കേട്ടപ്പോൾ, ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് വിശുദ്ധന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് ഇന്ന് ലോകത്തിലൊന്നുമില്ലാത്തവരായി, 1 രൂപയുടെ സ്വന്തം ബാലൻസ് ബാങ്കിലില്ലാത്തവരായി, 1 തുണ്ട് ഭൂമി ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്വന്തമായിട്ടില്ലാത്തവരായി ഈ ലോകത്തിൽ ഞങ്ങൾ വിശ്വാസ ജീവിതം ചെയ്യുന്നു. ഈ വിശ്വാസ സേവനത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? ഞങ്ങൾക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: ജനത്തെ പൂർണ്ണപ്പെടുത്തുക, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിക്കുക. അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം കടന്നുപോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആകയാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഉദയ നക്ഷത്രം ഉദിക്കാറായി. നമ്മുടെ കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. യേശു ക്രിസ്തു എപ്പോൾ പ്രത്യക്ഷമായി തീരും? പ്രവാചകൻ ഹഗ്ഗായി അതിന് വ്യക്തമായിട്ട് ഉത്തരം തരുന്നുണ്ട്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ും 7-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഹഗ്ഗായി പ്രകാരം പറയുകയാണ് ചെയ്യുന്നത്: ഇനി അല്പകാലം കഴിഞ്ഞിട്ട്, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്ക്, ഞാൻ സകല ജാതികളെ ഇളക്കും. അതിനുശേഷം പറയുന്നത് സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. മനോഹര വസ്തു എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ ഡിസയർ ഓഫ് ഓൾ നേഷൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളുടെയും പ്രത്യാശയായവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. തമിഴിൽ അതിന് വിരുമ്പപ്പെട്ടവൻ എന്നാകുന്നു പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളുടെയും പ്രത്യാശയായിരിക്കുന്നവൻ ലോകത്തിൽ വെളിപ്പെടും. നമ്മുടെ യേശു ക്രിസ്തു ലോകത്തിൽ വരും. ആ മനോഹര വസ്തു വരും. അതിനു മുമ്പ് എന്ത് സംഭവിക്കുക? സാർവത്രികമായൊരു ഇളക്കം ലോകത്തിൽ സംഭവിക്കുക. കരയിലും കടലിലും ആകാശത്തിലും ഭൂമിയിലും ജാതികളുടെ ഇടയിൽ ഒരു ഇളക്കം സംഭവിക്കുന്നു. 21-ാം നൂറ്റാണ്ടില് 2013-14 കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്ത്? സാർവത്രികമായ ഇളക്കം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ആകാശത്തിന്റെ ശക്തികൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഒറീസയിലും ആന്ധ്രാപ്രദേശിലും ഫിലിപ്പീൻസിലും ചുഴലിക്കൊടുങ്കാറ്റിൽ എത്രയോ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. എത്രയോ പേർക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെട്ടു. എത്രയോ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ഇല്ലാതായി തീർന്നു. ജപ്പാനിലും പപ്വാന്യൂഗിനിയിലും തൈവാനിലും പൊട്ടിപ്പുറപ്പെട്ട ഭൂകമ്പത്തിൽ എത്രയോ പേർ കൊല്ലപ്പെട്ടു. എത്രയോ ജനങ്ങളും ഇന്നും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്പം ചില മാസങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായതായ പേമാരിയിൽ എത്രയോ ജനങ്ങൾ കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നു. ലോകത്തിലാകമാനം സാർവത്രികമായി ഇളക്കം സംഭവിക്കുന്നു. ജാതികളുടെ ഇടയിലും ഇളക്കം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ വർഷം ടുണീഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര വിപ്ലവത്തിന്റെ ഫലങ്ങൾ അനന്തരമായി അത് ഈജിപ്തിലേക്ക് പോയി. 30 വർഷം ഈജിപ്തിനെ ഭരിച്ച ഹോസ്നി മുബാറക് എന്ന ഏകാധിപതിയെയും അവന്റെ ഭരണത്തിനും അന്ത്യം വരുത്തിയിട്ട് അവിടെ ഇന്നും അസമാധാനം നിലനിട്ടു നിൽക്കുന്നു. അതിനുശേഷം ഇറാനിലും ഇറാഖിലും ലിബിയയിലേക്കും പടർന്ന ആഭ്യന്തര യുദ്ധം ഇന്ന് സിറിയയിൽ വന്നെത്തി നിൽക്കുന്നു. സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഒടുവിൽ രാസായുധ പ്രയോഗത്തിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ ലോകത്തുനിന്ന് ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്ന അവസ്ഥ വരെ സംഭവം എത്തിച്ചേർന്നു. ലോകത്തിലെ സകല ജാതികളും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. കരയും കടലും ഇളകിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയൊന്നാകെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. കർത്താവിന്റെ വരവിനോട് ഞാനും നിങ്ങൾ അടുത്തിരിക്കുന്നു. ഉദയനക്ഷത്രം ഉദിക്കുവാൻ അടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സമയം അധികം ഉണ്ടായിരിക്കത്തില്ല. അമേരിക്കയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥയും ഇപ്പോൾ പരിഹരിക്കപ്പെട്ട വിഷയങ്ങളും നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു പുതിയ നിയമം അവിടേക്ക് കടന്നു വരുന്നു. എന്താണ് നിയമമെന്നറിയാം? ആരോഗ്യ
ഇൻഷുറൻസ് പദ്ധതി, ഒബാമ കെയർ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ആ വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗൂഢമായ ഉദ്ദേശവും വ്യവസ്ഥയെന്ന് പറഞ്ഞിരിക്കുന്നത് ഒബാമ കെയറിൽ അംഗങ്ങളായി തീരുവാൻ ഓരോ വ്യക്തിയും അവരുടെ ശരീരത്തിൽ RFID ചിപ്പ് ഘടിപ്പിച്ചിരിക്കണം എന്നുള്ളതാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ മുതൽ അമേരിക്കയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിവരെയും അവരുടെ ശരീരത്തിൽ RFID ചിപ്പ് ഘടിപ്പിച്ചിരിക്കണം. ചില മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ച ഡിക്ലറേഷൻ മലയാളം പത്രത്തിൽ നമ്മൾ വായിച്ചല്ലോ. ഒക്ടോബർ മാസം 6-ാം തീയതി മുതൽ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ മീഡിയം ഹെവി വെഹിക്കിളുകളിലും കമ്പനി വെച്ച് തന്നെ RFID ചിപ്പ് ഘടിപ്പിച്ചിരിക്കണം. RFID ചിപ്പ് ഘടിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷൻ കൊടുക്കത്തില്ല. പത്രത്തിൽ നമ്മളത് വായിക്കുകയുണ്ടായി. എന്താണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ വിശുദ്ധ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മാവിൽ ദർശനം കണ്ടപ്പോൾ അരിമരക്ഷകൻ ലോകത്തെ വന്ന ഉദയനക്ഷത്രം ഉദിച്ച് അവന്റെ സമഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് എതിർക്രിസ്തു ലോകത്തിൽ അധികാരത്തിലേറുമ്പോൾ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ അവന്റെ വ്യവസ്ഥിതിയും കീഴിൽ ഒരു പുതിയ ഓർഡിനൻസ് കടന്നുവര്. എന്തായിരിക്കാം വ്യവസ്ഥ എന്നറിയാമോ? നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കാത്തവർക്ക്, ഗവൺമെന്റിന്റെ മുദ്രയേൽക്കാത്തവർക്ക് ആ ഭരണത്തിന് കീഴിൽ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്ത അവസ്ഥ കടന്നു വരും. നമ്മുടെ കേരളത്തിലെയും അവസ്ഥ സ്ഥിതിവിശേഷം വിഭിന്നമല്ല എന്ന് നമുക്കറിയാമല്ലോ. വിശേഷിച്ച് ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അതില്ലാതെ ഇത് സാധ്യമല്ല എന്ന നിലവാരത്തിൽ ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക്. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്താണ് തടസ്സം? തടുക്കുന്നവൻ വഴിയെന്ന് മാറ്റപ്പെടുന്ന കണ്ണുകളെ മൂടാം, മുഴങ്കാലുകളെ മടക്കാം. ആരാണ് തടുക്കുന്നവനെന്നറിയാമോ? അത് നമ്മളായിരിക്കട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധമായിരിക്കട്ടെ, അവന്റെ പരിശുദ്ധ സഭയായിരിക്കട്ടെ. നമ്മൾ ഈ ലോകത്തിലുള്ളിടത്തോളം കാലം അധർമ്മമൂർത്തിക്ക് പ്രത്യക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല, അവന് വെളിപ്പെടുവാൻ സാധിക്കത്തില്ല. നമ്മുടെ കർത്താവ് അതുവരെ തടഞ്ഞു വച്ചിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ഉദയനക്ഷത്രം ഉദിക്കുമ്പോൾ കർത്താവിന്റെ കാഹളത്തിന് മുഴങ്ങും. ക്രിസ്തു കർത്താവ് ഗംഭീര നാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചമൃതന്മാർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. ജീവനോടിരിക്കുന്നവർ ഒരിമപ്പെടുന്ന രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട യൗവനക്കാരാ, പ്രിയപ്പെട്ട സഹോദരി, അടുത്ത മുതൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ജീവിതങ്ങളെ, നിന്റെ അവസ്ഥ എന്തായിത്തീരും? അവർ കൂലിയും പ്രതിഫലമായി കടന്നു വരുമ്പോൾ നീ അവന്റെ പ്രതികാരത്തിനിടയായിത്തീരുമോ? അതോ പ്രതിഫലം പ്രാപിക്കുവാൻ നീ ഇടയായിത്തീരുമോ? നിന്റെ ജീവിതം അങ്ങനെ ഇരിക്കുന്നു. നീ ഒരു ജയകരമായ ജീവിതം ചെയ്യുവാൻ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ? പാപത്തോട് പോരാടി ജയിക്കുവാൻ നിനക്ക് അതിനുള്ള അധികാരം നിന്റെ മക്കൾ നീ സൂക്ഷിക്കുന്നുണ്ടോ? ലോക സ്നേഹത്തിൽ നീ അടിമപ്പെട്ടു പോയിട്ടുണ്ടോ? നിന്റെ ദൈവത്തിനുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്? ജഡത്തോട് പോരാടി ജയിക്കുവാൻ ആവശ്യമായ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലുണ്ടോ? നിന്റെ ജീവിതത്തിൽ നിന്നെ തന്നെ നീ പരിശോധിച്ചു നോക്കിയാട്ടെ. പിശാചിനോട് പോരാടി ജയിക്കുവാൻ ആയുധവർഗം നീ ധരിച്ചിട്ടുണ്ടോ? ദൈവത്തിലുള്ള ആശ്രയം നീ സൂക്ഷിച്ചാട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ മൂടാം. ആരും ഭവനമായിട്ടിരിക്കരുത്. എല്ലാവരും മുഴങ്കാലുകളെ മുടക്കി കണ്ണുകളെ മൂടി ഒരു നിമിഷം ധ്യാനിച്ചാട്ടെ. കർത്താവേ, ഇതാ ലോക സംഭവങ്ങൾ ഓരോന്നും അവന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. സാർവത്രികമായി ഉണർവ് ലോകത്ത് സംഭവിക്കുകയാണ്. ഇന്ന് 70 കോടിയോളം ജനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിക്കുന്നവർ ലോകത്തിലുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കി കാണിക്കുന്നത്? അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ആകയാൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം എന്ന ആത്മാവിനെ പകരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിനക്കൊരുക്കപ്പെടുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ വരവിൽ എനിക്ക് പോകണം, എനിക്ക് ആ ഉദയനക്ഷത്രത്തെ എതിരേൽക്കണം. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം മുടങ്ങാൻ മുടക്കി കണ്ണുകളെ മൂടി കർത്താവിന്റെ സന്നിധി ജീവിതത്തെ പരിശോധിച്ചാട്ടെ. ഇന്ന് ഈ മീറ്റിംഗിന്റെ നടുവിൽ കർത്താവ് വെളിപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ യേശു പ്രത്യക്ഷപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു നിമിഷം നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. തിരുവെടുത്ത് പറയുന്നു, അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. 2 പേർ തിരികല്ല് പൊടിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. നീ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലോ കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലോ? നിന്റെ ജീവിതത്തെ ആഴമായി പരിശോധിച്ചാട്ടെ. ദൈവത്തോട് നിന്റെ മനസ്സാക്ഷി അങ്ങനെ ഇരിക്കുന്നു. പാപത്തെ ജയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പിശാചിനെ ജയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു ജയകരമായ ക്രിസ്ത്യൻ ജീവിതം
പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ തന്നെ സൂക്ഷിക്കാം. എല്ലാ ദൈവമക്കളും, അഭിഷേകം പ്രാപിച്ച എല്ലാ ദൈവമക്കളും, പ്രത്യാശയുള്ള ദൈവമക്കൾ, കർത്താവിന്റെ വരവിൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കള്, നിങ്ങളെല്ലാവരും ആത്മാവിനിടം കൊടുത്താട്ടെ, പരിശുദ്ധാത്മാവിനിടം കൊടുത്താട്ടെ. ദയവായി നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. ഇതുവരെയും നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ വാ തുറന്നാട്ടെ. നിങ്ങൾ കർത്താവിനോട് പറ, യേശുവേ എന്നെ അഭിഷേകം ചെയ്യണമേ, ആത്മാവിന്റെ മേൽ അയക്കണമേ. കർത്താവേ, നീ ഒരു നിമിഷം ദൈവത്തോട് കരയാമെന്നുണ്ടെങ്കിൽ, ഒരു തുള്ളി കടന്ന് ദൈവസ്ഥലം എടുക്കാമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യും. വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വായും മൗനമായിട്ടിരിക്കരുത്, പിശാച് ഇടം കൊടുക്കരുത്, ശത്രു ജയിക്കുവാൻ ഇടയാവരുത്, ശത്രു ജയിക്കുവാൻ ഇടയാവരുത്. അവർ തോറ്റ് പരാജയപ്പെടുവാൻ ഇടയായി തീരട്ടെ. ആകെ ജയവീരന്മാരായി തീരുവേ. നമ്മുടെ യേശു ജയവീരനാകുന്നു. നമുക്ക് ജയവീരന്മാരായി തീരാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കി കൊടുക്കാം. പ്രത്യാശയുള്ളവരായി തീരാം. വായു തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുന്നു. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. സ്വർഗം നമ്മെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവർ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്, എത്ര ദൈവമക്കളുടെ ഹൃദയത്തിൽ വചനം ക്രിയ ചെയ്യുന്നു, എത്ര ദൈവമക്കളുടെ ഹൃദയത്തിൽ ഈ വചനം പരിവർത്തിക്കുന്നുണ്ട്. അതോ പിശാചിന്റെ ഹൃദയത്തിൽ നിന്ന് വചനത്തെ എടുത്തുകളയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഇടപെടുകയും വചനം നിന്റെ ജീവിതത്തിൽ ഫലമായി തീരട്ടെ. അത് 100, 60, 30 മേനിയാൽ നിന്നിൽ പ്രവർത്തിക്കുവാൻ ഇടയായി തീരട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഇടം കൊടുക്കുക, നല്ല നിലമാക്കി നിന്റെ ഹൃദയത്തെ മാറ്റുമേ. വായു തുറന്ന് ദൈവത്തെ സ്തുതിക്കുമേ. ഇതാ അവന്റെ വരവടുത്തിരിക്കുന്നു, അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. ലോക സംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ലോക സംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ഏതോ നേരപ്പോൾ അവിജാഗ്രതരായി ഉണർന്നു പ്രാർത്ഥിച്ചു താൻ വരവിൽ ഒരുങ്ങിയ. അവരേതു നേരപ്പോൾ അവിജാഗ്രതരായി ഉണർന്നു പ്രാർത്ഥിച്ചു താൻ വരവിൽ ഒരുങ്ങിയ. ആത്മമണാള് വിശുദ്ധന്മാർക്കായി അവൻ വേദമന്ദിരമേ കാത്തിരിക്കുക. അവൻ ആത്മമണാള് വിശുദ്ധന്മാർക്കായി വേദമന്ദിരമേ കാത്തിരിക്കുക. ഈ ലോകരേറ്റവും എന്ന് ചെയ്യുന്നവാൻ കാലമടുത്തു പോയി. ലോകരേറ്റവും ഇന്ന് ചെയ്യുന്നവാൻ കാലമടുത്തു പോയി. സത്യമാർഗത്തിൽ നിലനിന്നതാണ്ടല്ലോ സത്യമാർഗത്തിൽ നിലനിന്നതാണ്ടല്ലോ വിശുദ്ധമാർഗമാ കൈവിടപ്പെടുന്നോ സംഭവിച്ചിരുന്നേ. വിശുദ്ധമാർഗമായി കൈവിടപ്പെടുന്നോ സംഭവിച്ചിരുന്നേ. വിശുദ്ധജീവിതം ചെയ്ത നേരമോ വിശുദ്ധരാജിനോട് സ്വഭാവമേ. വിശുദ്ധജീവിതം ചെയ്ത നേരമോ വിശുദ്ധരാജിനോട് സ്വഭാവമേ. വിശുദ്ധമാർഗമാ കൈവിടപ്പെടുന്നോ സംഭവിച്ചിരുന്നേ. വിശുദ്ധമാർഗമോ കൈവിടപ്പെടുന്നോ സംഭവിച്ചിരുന്നേ. വിശുദ്ധജീവിതം ചെയ്ത നേരമോ വിശുദ്ധരാജിനോട് സ്വഭാവമേ. 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 Hallelujah. Praise the Lord. Praise
എല്ലാവരും എഴുന്നേറ്റ് തന്നാട്ടെ. ദൈവവചനത്തിന്റെ ആഴങ്ങൾ നമ്മെ സ്വർഗീയരാക്കി മാറ്റുന്ന തിരുവചനങ്ങൾ നമ്മുടെ പ്രത്യാശ നാട്ടിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നതായ ദൈവിക സന്ദേശങ്ങൾ, അതേ പ്രിയ ദൈവമക്കളെ, അതേ വാത്സല്യ സഹോദരങ്ങളെ, നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സാർവത്രിക ഇളക്കം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചല്ലോ. അത് ഏതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? സകല ജാതികളുടെയും മനോഹര വസ്തുവായിരിക്കുന്ന നമ്മുടെ ആത്മമണവാളന്റെ മധ്യാകാശത്തിലേക്കുള്ള എഴുന്നള്ളത്തിനെ അത്രേ അത് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ പ്രിയൻ മധ്യാകാശത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ അതേ നിദ്ര കൊണ്ട വിശുദ്ധന്മാർ ഉയർത്തിനേൽക്കും. നമുക്ക് രൂപാന്തരം പ്രാപിക്കണം. നമുക്ക് പറന്ന് മധ്യാകാശത്തിലേക്ക് പോകണം. നമുക്ക് പറന്ന് മധ്യാകാശത്തിലേക്ക് പോകണം. നമുക്ക് പറന്ന് മധ്യാകാശത്തിലേക്ക് പോകണം. ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കണ്ണുകൾ വീണ്ടും അടച്ചാട്ടെ. അവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ. അവരുടെ മനസ്സാനന്ദിക്കട്ടെ. അവരുടെ ശരീരത്തിൽ ദൈവശക്തി ആവരിക്കട്ടെ. അവർ ആദരങ്ങൾ തുറന്ന് ദൈവത്തോട് സംസാരിക്കട്ടെ. അവർ ആദരങ്ങളോട് ദൈവത്തോട് സംസാരിക്കട്ടെ. അതോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കട്ടെ. ആത്മാവിൽ നിറയട്ടെ. അന്യഭാഷയിൽ സംസാരിക്കട്ടെ. നമ്മുടെ പ്രാണപ്രിയൻ എഴുന്നള്ളുവാൻ സമയമേറ്റ ആസന്നമായിരിക്കുകയാണ്. നമ്മുടെ പ്രാണപ്രിയൻ സന്ധിപ്പാൻ സമയമാസന്നമായിരിക്കുകയാണ്. ദൈവമക്കൾ മൗനമായിരിക്കരുത്. ദൈവമക്കൾ മൗനമായി നിൽക്കരുത്. ദൈവമക്കളുടെ ഹൃദയം അതോ വെമ്മലിവളട്ടെ. എന്റെ മണവാളൻ എനിക്ക് കാണാറ്. എന്റെ മണവാളൻ എനിക്ക് സന്ധിക്കാറ്. എന്റെ മണവാളന്റെ കാലശബ്ദം എന്റെ കാതിൽ ധരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.